أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين اللهم صل على മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് 22ാമത്തെ ആയത്ത് പിന്നെ ജുസ് ആണ് ഇന്ന് ബാക്കി എടുക്കാനുള്ളത്. അത് 3 സൂറത്തുകളാണുള്ളത്. ആ 3 സൂറത്ത് ഒരുമിച്ചാണ് ഇപ്പോൾ എടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് സൂറത്ത് യാസീൻ വരെയാണ് ഇന്ന് എടുക്കുക. സൂറത്തുൽ സബ, സൂറത്തുൽ ഫാത്തിർ, സൂറത്ത് യാസിർ. സൂറത്തുൽ ഫാത്തിറിന് പിന്നെ മലായിക്ക, മലായിക്ക എന്നുകൂടി പേരുണ്ട്. ഒക്കെ മക്കയിൽ അവതരിച്ച സൂറത്താണ്. മക്കയിൽ അവതരിച്ച സൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിനെ കുറിച്ച് പറയുന്നതും അന്ത്യനാളിനെ കുറിച്ച് സംസാരിക്കുന്നതും ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ആരുടേതാണോ ആ അള്ളാഹുവിനാണ് സർവസ്തുതി. പരലോകത്തും അവന് തന്നെ സ്തുതി. അവൻ യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിൽ കയറിപ്പോകുന്നതുമായ വസ്തുക്കളെ പറ്റി അവൻ അറിയുന്നു. അവൻ കരുണാനിധിയും ഏറെ പൊറുക്കുന്നവനുമത്രേ. ആ അന്ത്യസമയം ഞങ്ങൾക്ക് വന്നെത്തുകയില്ലെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നീ പറയുക, അല്ല, എന്റെ രക്ഷിതാവിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനായ രക്ഷിതാവ് അല്ലാഹ്. ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിന്റെ തൂക്കമുള്ളത് അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്നും മറഞ്ഞു പോവുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നുമില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവൻ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി എത്രേ അത് അങ്ങനെയുള്ളവർക്കാക്കുന്നു പാപമോചനവും മാന്യമായ ഉപജീവനവും ഉള്ളത്. അത് നമ്മെ തോൽപ്പിച്ചു കളയാനായി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കുന്നതിന് ശ്രമിച്ചവരാരോ അവർക്ക് അത്രേ വേദനാജനകമായ കഠിന ശിക്ഷയുള്ളത്. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിക്കപ്പെട്ടത് തന്നെയാണ് സത്യമെന്നും പ്രതാപിയും സ്തുത്യർഹനുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ് അത് നയിക്കുന്നതെന്നും ജ്ഞാനം നൽകപ്പെട്ടവർ കാണുന്നുണ്ട്. സത്യനിഷേധികൾ പരിഹാസസ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ സർവത്ര ചിഹ്ന ഭിന്നമാക്കപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിവരം തരുന്ന ഒരാളെ പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അള്ളാഹുവിന്റെ പേരിൽ അയാൾ കള്ളം കെട്ടിച്ചമച്ചതാണോ? അതല്ല അയാൾക്ക് ഭ്രാന്തുണ്ടോ? അല്ല, പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ശിക്ഷയിലും വിദൂരമായ വഴികേടിലാകുന്നു. അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതുമായ ആകാശത്തേക്കും ഭൂമിയിലേക്കും അവർ നോക്കിയിട്ടില്ലേ? നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ നാം ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയോ അവരുടെ മേൽ ആകാശത്ത് നിന്ന് കഷ്ണങ്ങൾ വീഴ്ത്തപ്പെടുകയോ ചെയ്യുന്നതാണ്. അള്ളാഹുലേക്ക് വിനയാന്യതരായി മടങ്ങുന്ന ഏതൊരു ദാസനും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. തീർച്ചയായും ദാവൂദിന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹം നൽകുകയുണ്ടായി. നാം നിർദ്ദേശിച്ച പർവ്വതങ്ങളെ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം കീർത്തനങ്ങൾ ചൊല്ലിക്കൊള്ളുക. പക്ഷികളെ നിങ്ങളും നാം അദ്ദേഹത്തിന് ഇരുമ്പ് മയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതായത് പർവ്വതങ്ങളും പക്ഷികളും ഒക്കെ അള്ളാഹുവിന് എന്നെ പ്രകീർത്തിക്കുകയാണെന്നാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് പർവ്വതങ്ങളോടും പക്ഷികളോടൊക്കെ തസ്ബീഹ് ചെല്ലാൻ ദാവൂദ് അലൈഹി ഇസ്ലാം ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ പറയുകയാണ്. ഓക്കെ. അതുപോലെ തന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിനായിരുന്നു ഇരുമ്പിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മയപ്പെടുത്തി കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വളരെ വേഗത്തിൽ ദാവൂദ് അലൈഹി ഇസ്ലാമിന് ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. ഒക്കെ. അതായത് മെഴുകോ പൊടിമാവോ കൊണ്ടെന്ന പോലെ അത്ര വേഗത്തിൽ ഇരുമ്പ് കൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാണ് പിന്നെ പല മഹാന്മാരും പറഞ്ഞിട്ടുള്ളത് എന്നാണ്. പിന്നെ അതായത് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാണ് വാളും മറ്റും ഉണ്ടാക്കിയെന്ന് പരിഹാസപൂർവ്വം ചോദിക്കാറുണ്ട് ആളുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ. കാരണം ഇരുമ്പിനെ ചൂടാക്കിയിട്ട് അത് പിന്നെ മാറ്റിയെടുത്തിട്ടാണല്ലോ നമ്മൾ പിന്നെ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇരുമ്പിനെ ആദ്യം ഉരുക്കിയിട്ട് വേണം അത് മറ്റൊരു വസ്തുവായിട്ട് മാറ്റാൻ. അപ്പം അത് പിന്നെ ഈ ഇതിന് അമാനുഷികമായിട്ടുള്ള കഴിവായിട്ടാണ് കാണുന്നത്. അതായത് ഈ ദാവൂദ് അലൈഹി ഇസ്ലാമിന് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നത്. ഒക്കെ. ഇത് പ്രത്യേകമായിട്ട് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മുഅ്ജിസത്തായിരുന്നു എന്നാണ്. ഒക്കെ. പടയങ്കി നിർമ്മിച്ചതിനെ പറ്റിയിട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതൊക്കെ
അതൊക്കെ ഇതുകൊണ്ടാണ് പിന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് അതിനുള്ള കഴിവ്, വേഗത്തിൽ ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന പോലെയല്ല ദാവൂദ് അലൈഹി ഇസ്ലാം ഇരുമ്പിനെ പിന്നെ ഇരുമ്പ് കൊണ്ട് ഈ ഇരുമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്, ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് തഫ്സീറുകളിലൊക്കെ കാണുന്നത്. ഓക്കെ, അതാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് പ്രത്യേക അനുഗ്രഹം നൽകിയെന്ന് പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് കൊടുത്ത അനുഗ്രഹമല്ല ദാവൂദ് അലൈഹി ഇസ്ലാമിന് കിട്ടിയത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ദാവൂദ് അലൈഹി ഇസ്ലാം നല്ലപോലെ സങ്കീർത്തനം, അതായത് നല്ലപോലെ പിന്നെ സംസാരശേഷി, നല്ല ഭംഗിയുള്ള സംസാരശേഷിയായിരുന്നു. അതായത് പാട്ടുപാടുന്ന പോലെ അത്രയും മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് സങ്കീർത്തനം ദാവൂദ് അലൈഹി ഇസ്ലാമിന് പറയുന്നതും അതിനെ പറ്റിയിട്ട് അതിനോടൊപ്പം മലക്കുകളോടും പക്ഷികളോടും പിന്നെ അദ്ദേഹത്തോടൊപ്പം സങ്കീർത്തനം ചെയ്യാൻ പറഞ്ഞതൊക്കെ. സങ്കീർത്തനം മീൻസ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചെല്ലാൻ പറയുന്നതൊക്കെ. പൂർവ്വ വലിപ്പമുള്ള കവചങ്ങൾ നിർമ്മിക്കുകയും അതിന്റെ കണ്ണികൾ ശരിയായ അളവിലാക്കുകയും നിങ്ങളെല്ലാവരും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് നാം അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി. തീർച്ചയായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവനാകുന്നു. സുലൈമാന് കാറ്റിനെയും നാം അധീനപ്പെടുത്തി കൊടുത്തു. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ മകനായിരുന്ന സുലൈമാൻ അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിനും അതേപോലെ തന്നെ പല മുഅ്ജിസത്തുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജിന്നു വർഗ്ഗങ്ങളെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ പിശാചുക്കളും ഒക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വെച്ചിട്ടൊക്കെയായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേഗത്തില് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിവുള്ളവരായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പിന്നെ സൈന്യങ്ങൾ എന്നാണ്. കാറ്റിനെ വരെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കാറ്റിനെ കീഴ്പ്പെടുത്തിയാൽ എന്താണ്, അദ്ദേഹം പറയുന്ന സ്ഥലത്ത് എന്താവും, അവിടൊക്കെ പിന്നെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാനും ഒക്കത്തിനും കാറ്റ് വേണമല്ലേ. ആ കാറ്റിനെ അയക്കുകയും അതുപോലെ തന്നെ മഴ പെയ്യിപ്പിക്കാനും ഒക്കെ കാറ്റ് കിട്ടിയാൽ, കാറ്റിനുള്ള ശക്തി കൊടുത്താൽ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ അധീനപ്പെടുത്തി കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതൊക്കെ മൂജിസത്തിൽ പെട്ടതാണ്. നമുക്കൊന്നും നോർമലായിട്ട് ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു കാര്യങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ പ്രഭാത സഞ്ചാരം ഒരു മാസത്തെ ദൂരവും അതിന്റെ സായാഹ്ന സഞ്ചാരം ഒരു മാസം ദൂരത്തെ ദൂരവുമാകുന്നു. ഓക്കെ, അദ്ദേഹത്തിന് നാം ചെമ്പിന്റെ ഒരു ഉറവ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ മുമ്പാകെ ജിന്നുകളിൽ ചിലർ ജോലി ചെയ്യുന്നുമുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും നമ്മുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന പക്ഷം നാം അവന് ജോലിക്കുന്ന നരകശിക്ഷ ആസ്വദിപ്പിക്കുന്നതാണ്. അതായത് ദാവൂദ് അലൈഹി ഇസ്ലാമിന് പിന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ അനുസരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് നരകശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമായിരുന്നു എന്ന്. കാരണം അവരെ പിന്നെ കീഴ്പ്പെടുത്തി കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണെന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതായത് രാവിലെ മുതൽ ഉച്ചവരേക്ക് ഒരു മാസത്തെ സാധാരണ ദൂരം, അതായത് ഒരു മാസം ദൂരം സഞ്ചരിക്കേണ്ട കാറ്റിന് ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കാൻ, ഒരു ദിവസത്തിന്റെ പകുതി ദൂരം കൊണ്ട് സഞ്ചരിക്കാനുള്ള അത്രയും കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും പിന്നെ എത്ര ദൂരം ഒരു മാസം കൊണ്ട് സഞ്ചരിച്ചിട്ട് എത്തണോ അത്രയും ദൂരത്തെ സ്ഥലങ്ങള് പിന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ദൂരം സുലൈമാൻ അലൈഹി ഇസ്ലാം ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം രാത്രി വരേക്ക് ഒരു മാസത്തെ യാത്രാ ദൂരവും സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു, കാറ്റിനെ സഹായകരമാക്കി കൊടുത്തു എന്നാണ്. ഓക്കെ, അതായത് കാറ്റിന്റെ സഹായത്താൽ അദ്ദേഹം തേരിൽ കയറി ഉച്ചയാകുമ്പോഴേക്കും തലസ്ഥാനമായ ഡമസ്കസിൽ നിന്ന് പിന്നെ ഇസ്തഖറിലേക്ക്, രാത്രിയാകുമ്പോഴേക്കും അവിടെ നിന്ന് കാബൂളിലേക്കും എത്തിയിരുന്നെന്ന് പ്രസ്താവിച്ച് കാണുന്നു എന്നാണ്. അത്രയും ദൂരം, അതായത് നമുക്ക് കണ്ണുകൊണ്ട് ചിന്തിക്കാൻ, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും ദൂരം സുലൈമാൻ അലൈഹി ഇസ്ലാമിന് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. കാരണം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തുകൊണ്ട് എന്നാണ്. ഒക്കെ അതുപോലെ ചെമ്പ് ദ്രാവകത്തിൽ ഉറവയൊഴുക്കി കൊടുത്തതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറ്റൊരു അനുഗ്രഹം എന്നാണ്. അതായത് പിന്നെ ചെമ്പ് ലഭിക്കുന്ന ഒരുപാട് ഖനികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അത് ഉറവ ജലം പോലെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അതായത് ഒരു കിണറ്റിൽ വെള്ളം കോരുന്നത് എങ്ങനെയാണോ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ചെമ്പിന്റെ പിന്നെ ഖനികൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ,
അതായത് പിതാവിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു പിന്നെ ഇരുമ്പ് കൊണ്ട് പിന്നെ വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു, അതേപോലെ തന്നെ മകന്റെ കാലഘട്ടത്തിലും അത് ഉപയോഗിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ജിന്നു വർഗ്ഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഒരു പട്ടാളം ഉണ്ടായിരുന്നു. ആ പട്ടാളം മുഴുവനും പിന്നെ ജിന്നു വർഗ്ഗങ്ങളെ കൊണ്ടും ഒക്കെ ആയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിരുന്നത്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമുദ്രത്തിൽ മുങ്ങാനും ഒക്കെ ഈ പിന്നെ ജിന്നുവർഗത്തിന്, അതായത് ജിന്നുവർഗം എന്ന് പറയുന്നത് പിശാചുക്കളായിരുന്നു, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പിന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മാത്രമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണെന്ന് പറയണം. ഓക്കെ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അദ്ദേഹത്തിന് വേണ്ടി ഉന്നത സൗധങ്ങൾ, ശില്പങ്ങൾ, വലിയ ജലസംഭരണികൾ പോലുള്ള തളികകൾ, നിലത്ത് ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ള പാചകപാത്രങ്ങൾ എന്നിങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്തും അവർ ജിന്നുകൾ നിർമ്മിച്ചിരുന്നു. ദാവൂദ് കുടുംബമേ, നിങ്ങൾ നന്ദിപൂർവ്വം പ്രവർത്തിക്കുക, തികഞ്ഞ നന്ദിയുള്ളവർ എന്റെ ദാസന്മാരിൽ അപൂർവം എത്രേ എന്നാണ്. അതായത് പിന്നെ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അത് ജിന്നു വർഗ്ഗങ്ങളെ കൊണ്ട് നേടിക്കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ദാവൂദ് കുടുംബമേ, അതായത് ദാവൂദ് അലൈഹി ഇസ്ലാമും അവന്റെ മകന് പിന്നെ സുലൈമാൻ അലി ഇസ്ലാം, ഒക്കെ അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ അലി ഇസ്ലാം, അതാണ് ദാവൂദ് കുടുംബമേ, നിങ്ങള് നന്ദി കാണിക്കണം. കാരണം നന്ദിയുള്ളവര് എന്റെ ദാസന്മാരിൽ അപൂർവമാണ് എന്നുള്ളതാണ്. നമ്മളും ജീവിതത്തിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുക എന്നുള്ളത് നമ്മുടെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ മതിമയങ്ങാനോ അത് എന്റെ കഴിവാണെന്ന് ചിന്തിക്കാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളത് കൂടി ഇവിടെ പഠിപ്പിക്കുകയാണ്. ഈവൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് എല്ലാ കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒക്കെ എൻഡിങ് ആരുടെ അടുത്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്താണ്. ഒരിക്കലും ഒരാളുടെ കഴിവല്ല ഒരു പിന്നെ വസ്തുവിനെ കീഴ്പ്പെടുത്തി കിട്ടുന്നതും അത് ഉപയോഗിക്കുന്നതൊന്നും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നമുക്കൊക്കെ പല പല കഴിവുകൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പല ആളുകൾക്കും പല കഴിവുകളും ഇതിന് കൂട്ടത്തിലുണ്ടാവും. എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല, അല്ലാത്ത തന്നെയുള്ള കഴിവുകൾ. അതൊക്കെ എന്റെ കഴിവാണ്, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്, ഞാൻ കുറെ പിന്നെ ട്രയൽ ചെയ്തിട്ടും ഞാൻ അങ്ങനെ പിന്നെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്താണെന്നൊക്കെ പലരും പറയുന്നുണ്ടാവും. പക്ഷെ എല്ലാത്തിന്റെയും ബേസിക് എന്താണ്? അത് നമ്മുടെ ഫിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തന്നു എന്നുള്ളതാണ് അതിന്റെ ബേസിക്. ഓക്കെ. ആ ഫിത്രത്തിൽ അതില്ലായിരുന്നുവെങ്കിൽ അതിന്റെ മുകളിൽ ഒന്നും കെട്ടിപ്പടുക്കാനൊന്നും പറ്റുമായിരുന്നില്ല. ഇപ്പം പിന്നെ ചിത്രം വരക്കുന്നവരായാലും പാട്ട് പാടുന്നവരായാലും പിന്നെ വേറെ എന്തെങ്കിലും കലകൾ അറിയുന്നവരാണെങ്കിലും എല്ലാത്തിൻ്റെയും ഫിത്രത്തിലുള്ളത് കൊണ്ടാണ്, നമ്മുടെ ബ്ലഡിൽ അത് അലിഞ്ഞു ചേർന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അഹങ്കാരം അതിൽ വന്നു കഴിഞ്ഞാൽ അത് ചവിട്ടി താഴ്ത്തപ്പെടും. അത് അഹങ്കാരം ഇല്ലാതിരിക്കുന്ന കാലഘട്ടം വരെ നമുക്ക് അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് ഉയർത്തപ്പെടുകയും നമ്മളെ അപമാനിക്കപ്പെടുകയും ചെയ്യും ജനങ്ങളുടെ മുന്നിൽ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. നാം അദ്ദേഹത്തിന്റെ മേൽ മരണം വിധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഊന്നുവടി തിന്നുകൊണ്ടിരുന്ന ചിതൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി അവർക്ക് ജിന്നുകൾക്ക് അറിവ് നൽകിയത്. അങ്ങനെ അദ്ദേഹം വീണപ്പോൾ തങ്ങൾക്ക് അദൃശ്യകാരം അറിയാമായിരുന്നുവെങ്കിൽ അപമാനകരമായ ശിക്ഷയിൽ തങ്ങൾ കൂട്ടേണ്ടി വരില്ലായിരുന്നു എന്ന് ജിന്നുകൾക്ക് ബോധ്യമായി. അതായത് ജിന്നു വർഗ്ഗങ്ങൾ വിചാരിച്ച എന്താണ്? അവർക്കാണ് എല്ലാ കഴിവുകളും ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ളതാണ് ജിന്നു വർഗ്ഗങ്ങളുടെ ചിന്ത. അതുകൊണ്ടാണ് ഈ പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പിന്നെ എതിരിട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കീഴിലുണ്ടായിരുന്ന ജിന്നു വർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സുലൈമാൻ നബിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു അഹങ്കാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പൊളിച്ചു കളഞ്ഞത്. അതായത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ടും പിന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ വടി ഊന്നിക്കൊണ്ട് ജിന്നു വർഗ്ഗങ്ങൾക്ക് പിന്നെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാം എന്നാണ്. പക്ഷെ പിന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പിന്നെ റൂഹിനെ എടുത്തത് ജിന്നു വർഗ്ഗങ്ങൾ അറിഞ്ഞില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ വടി ചിതല് ഇതായി കഴിഞ്ഞിട്ട് അദ്ദേഹം വീണു പോയപ്പോൾ മാത്രമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് നിന്ന സുലൈമാൻ അലൈഹി ഇസ്ലാം മരണപ്പെട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലായത് പോലും എത്രയോ കഴിഞ്ഞിട്ടാണെന്നാണ്. ഒക്കെ ഒരു പിന്നെ വടി ചിതല് പിടിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ
സമയം കഴിയുമല്ലോ. എന്നിട്ടാണ് അവർക്കത് മനസ്സിലായത്. അങ്ങനെയാണ് അവർ അഹങ്കാരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളഞ്ഞത് എന്നാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തിനെ കുറിച്ചൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, ആർക്കും അറിയൂല്ല എന്നുള്ളത് കൂടി നമ്മളിവിടെ പഠിക്കുകയാണ്. ഒരിക്കലും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അതായത് ഖൈബി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ദുനിയാവിൽ ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും സബഅ് ദേശക്കാർക്ക് തങ്ങളുടെ അധിവാസ കേന്ദ്രത്തിൽ തന്നെ ദൃഷ്ടാന്തമുണ്ടായിരുന്നു. അതായത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമായി 2 തോട്ടങ്ങൾ. അവരോട് പറയപ്പെട്ടു, നിങ്ങളുടെ രക്ഷിതാവ് തന്ന ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും അവനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക, നല്ലൊരു രാജ്യവും ഏറെ പൊറുക്കുന്ന രക്ഷിതാവും എന്ന്. അതായത് ഈ ഈ സൂറത്തിന് സബ എന്നുള്ള പേര് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടിയാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ. സബ ഗോത്രക്കാർക്ക് രാജ്യം എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞു സുലൈമാൻ അലൈഹി സ്വലാമിന്റെ ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല കഥ പറഞ്ഞതിന് ശേഷം വേറൊന്നാണ് പറയുന്നത്. അതായത് സബ രാജ്യം. ഓക്കെ. അവർക്ക് ദൃഷ്ടാന്തം കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതായത് അവർക്ക് ഒരുപാട് തോട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതായത് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നത് ദൃഷ്ടാന്തങ്ങളും കൂടിയാണ്. ആ ദൃഷ്ടാന്തം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് കൂടുതൽ നല്ല അടിമയാകുക, അള്ളാഹുവിന് കൂടുതൽ വിനയപ്പെടുക, നമ്മള് അള്ളാഹുവിനോടുള്ള മുനാജാത്ത് കൂട്ടി വർദ്ധിപ്പിക്കുക. നമുക്ക് കൂടുതൽ കിട്ടും തോറും നമ്മള് അള്ളാഹുവിനോടുള്ള ഇബാദത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുമ്പോഴൊക്കെ ഒരുപാട് നേരം നമസ്കരിക്കുമ്പോഴും ഒരുപാട് നേരം ഇബാദത്ത് ചെയ്യുമ്പോഴൊക്കെ ആയിഷ ബീവിക്ക് പ്രയാസം ഉണ്ടാവുമായിരുന്നു. അപ്പൊ ആയിഷ ബീവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, ആയിഷ ഞാനൊരു നല്ല അടിമയാകട്ടെയോ. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മള് അത്രയും നമ്മൾക്ക് കിട്ടുന്നതിന്റെ എത്ര ലഭിക്കുന്നോ അതിനേക്കാളും ഒരു പടി കൂടുതലായിരിക്കണം നമ്മളെ ഇബാദത്തില് നമ്മള് അള്ളാഹുവിനോടുള്ള ആ ഒരു കാരുണ്യത്തിനുള്ള കൂടുതൽ കാണിക്കേണ്ടത്. എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമുക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടിയാൽ അന്നത്തെ ഇബാദത്തിന് കുറച്ചും കൂടി ദൈർഘ്യം വേണം. കുറച്ചും കൂടി നമുക്ക് അള്ളാഹുവിനോടുള്ള ഇബാദത്ത് കൂട്ടുകയും അള്ളാഹുവിനോടുള്ള മുനാജാത്ത് കൂട്ടുകയും ചെയ്യണം. സംസാരം കൂട്ടണം. അള്ളാഹുവിനോടുള്ള നമുക്ക് ആ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിനെ കുറിച്ച് സംസാരിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി കാണുന്നുണ്ട്. നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൽ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് എങ്ങനെയാണ് നന്ദി കാണിക്കുന്നത് എന്ന് നോക്കി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ കൂടുന്തോറും നമ്മളെ ബാധ്യതകൾ കൂടുകയാണ്. ശരിക്കും നമുക്ക് ബാധ്യത കൂടുകയാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത വർദ്ധിക്കുകയാണ്. കാരണം അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ പെട്ടതാണ് സമൂഹത്തിനോടുള്ള ബാധ്യതയും അതിന്റെ കൂടെ തന്നെയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കാണാണ് ഈ നന്ദിയുള്ള അടിമയാകുന്നത് എങ്ങനെയാണ്. നമ്മൾ ഒന്ന് അള്ളാഹുവിനോടുള്ള ഇബാദത്ത് കൂട്ടണം. രണ്ടാമത്തത് ജനങ്ങളോടുള്ള അള്ളാഹുവിന്റെ അടിമകളോടുള്ള മറ്റുള്ള വസ്തുക്കളോടുള്ള ചുറ്റുഭാഗങ്ങളിലുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് കൂടുതൽ വിനയം കാണിക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയിട്ടാണ് നൽകുന്നത്. നമുക്ക് നൽകും തോറും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കാണാണ്. എന്റെ അടിമ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അവനക്ക് ഞാൻ കൊടുത്തു, അവൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അതെങ്ങനെയാണ് അവൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ലഭിക്കാതിരുന്ന ഒരാളെക്കാളും വലിയ ബാധ്യതയാണ് നമുക്ക് ലഭിച്ചവർക്കുള്ള ബാധ്യത. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് ലഭിക്കാത്തവര് വേഗത്തിൽ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കയറിപ്പോവും. എന്നാൽ ലഭിച്ചവരാണെങ്കിലോ അവര് ആ കിട്ടിയതിന് മുഴുവനും അള്ളാഹുവിനോട് അതിന്റെ ഉത്തരം കൊടുക്കണം. അത് ഉപയോഗിച്ചതും അതിന്റെ രീതിയും അതിനോടുള്ള ഹക്കും ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതും എല്ലാത്തിനുമുള്ള ഉത്തരം കൊടുക്കണം. കൊടുക്കാത്തവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കൊടുക്കാത്തവര് പിന്നെ ലഭിക്കാതിരുന്നതിന്റെ വിഷമിക്കേണ്ട കാര്യമില്ല. നാളെ പരലോകത്ത് അവർക്ക് വിചാരണ ലഘുവായി കിട്ടും. എന്നാൽ കൊടുത്തവരാണെങ്കിലോ കൊടുത്തവരും പ്രയാസപ്പെടേണ്ടതില്ല. കാരണം നാളെ പരലോകത്ത് ആ കൊടുത്തതിനുള്ളത് ഉറപ്പുവരുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരലോകത്തുനിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി ദൂരം എളുപ്പമാക്കി തരുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല രാജ്യങ്ങൾ നൽകിയത് എന്നുള്ളതാണ്. ഏറ്റവും ഏറെ പൊറുക്കുന്നവനായ അള്ളാഹുവിനെയും നൽകിയത് എന്നാണ്. എന്നാൽ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹത്തെ അവരുടെ നേരെ നാം അയച്ചു. അവരുടെ 2 തോട്ടങ്ങൾക്ക് പകരം കയ്പുള്ള കായ്ക്കനികളും കാറ്റാടി മരവും അല്പം ചില വാഗമരങ്ങളുമുള്ള 2 തോട്ടവും നാം അവർക്ക് നൽകുകയും ചെയ്തു. അതായത് അവര് അള്ളാഹുവിനോടുള്ള ഇബാദത്ത്
വർദ്ധിപ്പിക്കാതിരുന്നപ്പം അവർ ലഭിച്ചതിൽ അവർ അഹങ്കാരം കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ 2 തോട്ടങ്ങൾക്കിടയിലൂടെയായിരുന്നു ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ തോട്ടങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ആ അണക്കെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊട്ടിച്ചു കളഞ്ഞു എന്നാണ്. അതായത് യമനില് ഉണ്ടായ ഒരു കഥയാണിത് എന്നാണ് പറയുന്നത്. യമനിൽ സംഭവിച്ച ഒരു കാര്യമാണ് എന്നാണ്. അവിടെ സബ എന്ന് പറഞ്ഞിട്ടൊരു ഗോത്രം ഉണ്ടായിരുന്നു. ആ ഗോത്രത്തില് പിന്നെ അതായത് അവരുടെ ആ തലസ്ഥാനമായ സനിയയിൽ നിന്ന് 3 ദിവസത്തെ യാത്രാ ദൂരമായിരുന്നു മാരിബ് ഇവരുടെ വാസസ്ഥലമായിരുന്നു അത് എന്ന്. അത്രയും വലിയതായിരുന്നു. അവിടെ ആ രാജവാണിയുടെ ഒരാളായിരുന്നു ബൽക്കീസ് റാണി എന്നാണ്. തുബ എന്നായിരുന്നു ആ രാജവംശം അറിയപ്പെട്ടിരുന്നത് എന്നാണ്. അവര് സദ്വത്രരായ ഏകദൈവ വിശ്വാസികൾ അവരിലുണ്ടായിരുന്നു, അല്ലാത്തവരിൽ ഉണ്ടായിരുന്നു എന്നാണ്. ആ രാജ്യം ഭയങ്കരമായിട്ട് വികസിച്ച ഒരു രാജ്യമായിരുന്നു എന്നാണ്. ആ തുബൈർ അവരെ കുറിച്ചാണ്, ആ ഗോത്രത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അവിടെ ഒരു അണക്കെട്ട് ഉണ്ടായിരുന്നതായിട്ട് ഇന്ന് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട് എന്നാണ്. അതാണ് അറേബ്യൻ ദ്വീപിന്റെ വിവരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കില് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു അണക്കെട്ട് ഉണ്ടായിരുന്നു. ആ അണക്കെട്ട് പൊട്ടിയതാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫലസമൃദ്ധിയും നാട്ടുകാർക്ക് ഐശ്വര്യക്ഷേമത്തോടെ കഴിഞ്ഞുകൂടുവാൻ മതിയായതുമായ 2 വമ്പിച്ച തോട്ടങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ഏതോ ഒരു നല്ല മനുഷ്യനായിരുന്ന രാജാവിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു പടുകൂറ്റൻ അണക്കെട്ടിൽ നിന്നായിരുന്നു അതിന്റെ ഇടതുവശത്തായി സ്ഥിതി ചെയ്തിരുന്ന ആ വിശാലമായ തോട്ടങ്ങൾക്ക് വേണ്ടി വെള്ളം സിദ്ധിച്ചിരുന്നത്. ക്രമേണ നാട്ടുകാർ ദുർനടപ്പുകാരും അള്ളാഹുവിനോട് നന്ദിയുള്ളവർ ഇല്ലാത്തവരുമായി തീർന്നു. പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളും ഉപദേശങ്ങളും അവർ നിരസിച്ചു. ഈ അവസരത്തിലാണ് അള്ളാഹു ആ വമ്പിച്ച ശിക്ഷ നൽകിയത്. അണക്കെട്ട് പൊട്ടി തകർന്ന് തരിപ്പണമായി. അതോടെ വമ്പിച്ച ജലപ്രവാഹമുണ്ടായി. തോട്ടങ്ങളെല്ലാം നശിച്ചു. ആ നാട് നശിക്കുകയും ആൾനാശം സംഭവിക്കുകയും ചെയ്തു. ആൾക്കാരെ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉപജീവനങ്ങളൊക്കെ പോയി. അങ്ങനെ ജനങ്ങളൊക്കെ അവിടുന്ന് ചിന്നച്ചിതറി അവർ മാറി. പിന്നീട് അവിടെ ഉണ്ടായത് ഉപയോഗശൂന്യമായതും ഉപജീവന യോഗ്യമല്ലാത്തതുമായ ചില വൃക്ഷങ്ങൾ, അതായത് കയ്പ് നിറഞ്ഞ വൃക്ഷങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായത് എന്നാണ്. കുറച്ച് ചെടികളും കുറച്ച് മരങ്ങളും കുറെ പാറക്കൂട്ടങ്ങളുമായിട്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി എടുത്തു എന്നാണ്. അതാണ് ഇത് പിന്നീട് വന്ന സമൂഹങ്ങൾക്ക് അത് കാണുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അണക്കെട്ടുണ്ടായിരുന്നു, അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് ചരിത്രം മാത്രമായിട്ട് മാറി എന്നാണ്. ഇത് എല്ലാ സ്ഥലത്തും ഉള്ള നമുക്കുള്ള ഉപദേശമാണ്. ഇത് ഇത് നമുക്കും എല്ലാ ഉപദേശം തന്നെയാണ്. അണക്കെട്ടുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ നാടുകളിലൊക്കെ ഒരു അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ. എത്രയോ വഴിദൂരമുള്ള നാടുകളൊക്കെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമെന്നാണ്. ഈവൻ നമ്മളൊക്കെ നാടുകളൊക്കെ ഒരു അണക്കെട്ട് പൊട്ടിയാൽ തന്നെ നമ്മളെ നാടൊക്കെ നശിച്ചു പോകുന്നതാണ്. അത്രയും ശക്തിയാണ് അണക്കെട്ടുകൾക്ക് എന്നുള്ളതാണ്. ആ അണക്കെട്ടുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ നാടേ ഒരു 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 സാമ്രാജ്യം തന്നെ നശിച്ചു പോകുന്നതാണ്. അങ്ങനെ ഒരു സാമ്രാജ്യം നശിച്ചു പോയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നത്. അതായത് ഒരാള് രണ്ടാളല്ല തിന്മ ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ ഒരേപോലെ തിന്മയിൽ ഏർപ്പെടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കുറച്ചാളുകളെങ്കിലും എന്ത് വേണം, എപ്പോഴും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അവർ നന്ദികേട് കാണിച്ചതിന് നാം അവർക്ക് പ്രതിഫലമായി നൽകിയതാണത്. കടുത്ത നന്ദികേട് കാണിക്കുന്നവന്റെ നേരെയല്ലാതെ നാം ശിക്ഷാ നടപടി എടുക്കുമോ എന്നാണ്. അവർക്കും സബദേശക്കാർക്കും നാം അനുഗ്രഹം നൽകിയ സിറിയൻ ഗ്രാമങ്ങൾക്കുമിടയിൽ തെളിഞ്ഞു കാണാവുന്ന പല ഗ്രാമങ്ങളും നാം ഉണ്ടാക്കി. അവിടെ നാം യാത്രക്ക് താവളങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്തു. രാപ്പകലുകളിൽ നിർഭയരായിക്കൊണ്ട് നിങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു കൊള്ളുക എന്ന് നാം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ യാത്രാ താവളങ്ങൾക്കിടയിൽ നീ അകലമുണ്ടാക്കണമേ. അങ്ങനെ തങ്ങൾക്ക് തന്നെ അവർ ദ്രോഹം വരുത്തി വെച്ചു. അപ്പോൾ നാം അവരെ കഥാവശേഷമാക്കി കളഞ്ഞു. അവരെ നാം സർവത്ര ഛിന്നഭിന്നമാക്കി. ക്ഷമാശീലനും നന്ദിയുള്ളവനുമായ ഏതൊരാൾക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്.
അതായത് സിറിയയെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് പറയുന്നത്. ഒക്കെ പിന്നെ സബ് ജനതയുടെ നാട്ടിൽ നിന്നും ഷ്യാം വരെയുള്ള യാത്രാ ദൂരത്തില് അവർക്ക് അടുത്തടുത്തടുത്ത് ജനതാമസമുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം പിന്നെ ഇവര് പിന്നെ ഇടക്കിടക്ക് വഴിയിൽ ഇങ്ങനെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഇടക്കിടക്ക് വിശ്രമിച്ച് ആഹാരം കഴിച്ചു അങ്ങനെ എങ്ങനെ ഇരുന്നു അവർ പോയിരുന്നത്. ഒക്കെ അപ്പം പിന്നെ ഇതില് ഈ അത്രയും ജനവാസം ആ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒക്കെ എന്നാല് പിന്നെ കുറേശികള് അവര് യാത്രാ സംഘങ്ങളാണല്ലോ, അവരിങ്ങനെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നിന്ന് പോകുമ്പോൾ അവർക്ക് അതൊരു പ്രയാസം പോലെ ആയിട്ട് അവര് പിന്നെ അവര് ചോദിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞു എന്നുള്ളതാണ്. ഒക്കെ അപ്പം അവര് നന്ദികേടാണ് അവർക്ക് ഉണ്ടായതൊക്കെ. അവർക്ക് ആ യാത്രയുടെ രസം അനുഭവപ്പെടുന്നില്ല. ഇങ്ങനെ കുറേ ദൂരം ഈ ഒട്ടകപ്പുറത്ത് പോകുന്ന ഒരു രസം അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ഇടയിലിടയിൽ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ പ്രയാസം പോലെ അവർക്ക് അനുഭവിക്കാന്ന്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ അവര് പിന്നെ ഇവിടെ മരുഭൂമിയായിരുന്നെങ്കിൽ നമുക്ക് നല്ല കുറേ ദൂരം നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു എന്നാ അവർ വിചാരിച്ചത്. പക്ഷെ അവരുടെ യാത്രാ ദൂരത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ചുരുക്കി കൊടുത്ത് അവർക്ക് തൃപ്തി അവരെ അനുഗ്രഹിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളത് അവര് മനസ്സിലാക്കിയില്ല എന്നാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ആ സ്ഥലങ്ങളും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നീക്കം ചെയ്തു. അങ്ങനെ അവര് പ്രയാസത്തിന് മുകളിൽ പ്രയാസമായി എന്നുള്ളതാണ്. ഒക്കെ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. ഒക്കെ അതായത് നൽകിയ അനുഗ്രഹത്തിന്റെ നന്ദി കാണിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പലതും പ്രയാസങ്ങളായിട്ട് പിന്നീട് അത് മാറുന്നത് എന്നുള്ളത് ഇവിടെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും തന്റെ ധാരണ ശരിയാണെന്ന് ഇബ്ലീസ് അവരിൽ തെളിയിച്ചു. അങ്ങനെ അവർ അവനെ പിന്തുടർന്നു. ഒരു സംഘം സത്യവിശ്വാസികൾ ഒഴികെ. ഒക്കെ അവന് ഇബ്ലീസിന് അവരുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിനെപ്പറ്റി സംശയത്തിൽ കഴിയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നാം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണിത്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ എല്ലാം നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിന്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തിയില്ല. അവ രണ്ടിനും അവർക്ക് യാതൊരു പങ്കുമില്ല. അവരുടെ കൂട്ടത്തിൽ അവന് സഹായിയായ ആരുമില്ല. ആർക്കു വേണ്ടി അവൻ അനുമതി നൽകിയോ അവർക്കല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ പ്രയോജനപ്പെടുകയുമില്ല. അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പരിഭ്രമം നീങ്ങിക്കഴിയുമ്പോൾ അവർ ചോദിക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞതെന്ന്. അവർ മറുപടി പറയും, സത്യമാണ് അവൻ പറഞ്ഞത്, അവൻ ഉന്നതനും മഹാനുമാകുന്നു. ചോദിക്കുക, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവർ ആരാകുന്നു? നീ പറയുക, അള്ളാഹു ആകുന്നു. തീർച്ചയായും ഒന്നുകിൽ ഞങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലാകുന്നു, അല്ലെങ്കിൽ വ്യക്തമായ ദുർമാർഗത്തിൽ. പറയുക, ഞങ്ങൾ കുറ്റം ചെയ്തതിനെ പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞങ്ങളും ചോദിക്കപ്പെടുകയില്ല. പറയുക, നമ്മുടെ രക്ഷിതാവ് നമ്മെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുകയും അനന്തരം നമുക്കിടയിൽ അവൻ സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവൻ സർവജ്ഞനായ തീർപ്പുകാരനത്രേ. പറയുക, പങ്കുകാരെന്ന നിലയിൽ അവനോട്, അള്ളാഹുവോട് നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളവരെ എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരില്ല. അങ്ങനെ ഒരു പങ്കാളിയുമില്ല. എന്നാൽ അവൻ പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹു അത്രേ. നിന്നെ നാം മനുഷ്യർക്ക് ആകമാനം സന്തോഷ വാർത്ത അറിയിക്കുവാനും താക്കീത് നൽകുവാനും ആയിക്കൊണ്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത്. പക്ഷെ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല. അവർ ചോദിക്കുന്നു, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ ഈ താക്കീത് എപ്പോഴാണ് പുലരുക എന്ന്. പറയുക, നിങ്ങൾക്കൊരു നിശ്ചിത ദിവസമുണ്ട്. അത് വിട്ട് ഒരു നിമിഷം പോലും നിങ്ങൾ പിന്നോട്ട് പോവുകയോ മുന്നോട്ട് പോവുകയില്ല. ഈ ഖുർആനിലാകട്ടെ ഇതിനു മുമ്പുള്ള വേദത്തിലാകട്ടെ ഞങ്ങൾ വിശ്വസിക്കുന്നതേയല്ല എന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നബിയെ, ഈ അക്രമികൾ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിർത്തപ്പെടുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ അവരിൽ ഓരോ വിഭാഗവും മറുവിഭാഗത്തിന്റെ മേൽ കുറ്റം ആരോപിച്ചു കൊണ്ടിരിക്കും. ബലഹീനരായി ഗണിക്കപ്പെട്ടവർ വലിപ്പം നടിച്ചവരോട് പറയും, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വാസികളായിരുന്നേനെ. വലിപ്പം നടിച്ചവർ ബലഹീനരായി ഗണിക്കപ്പെട്ടവരോട് പറയും, മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയതിനു ശേഷം അതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ഞങ്ങളാണോ? അല്ല, നിങ്ങൾ കുറ്റവാളികൾ തന്നെയാകുന്നു. ബലഹീനരായി ഗണിക്കപ്പെട്ടവർ വലിപ്പം നടിച്ചവരോട് പറയുമല്ല, ഞങ്ങൾ അള്ളാഹുൽ അവിശ്വസിക്കുവാനും അവന് സമന്മാരെ സ്ഥാപിക്കുവാനും നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ രാവും പകലും നടത്തിയ കുതന്ത്രത്തിന്റെ ഫലമാണിത്. ശിക്ഷ കാണുമ്പോൾ അവർ ഖേദം മനസ്സിൽ ഒളിപ്പിക്കും. സത്യനിഷേധികളുടെ കഴുത്തുകളിൽ നാം ചങ്ങല വെക്കുകയും ചെയ്യും. തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമല്ലാതെ അവർ നൽകപ്പെടുമോ? ഏതൊരു നാട്ടിൽ നാം താക്കീതുകാരനെ അയച്ചപ്പോഴും നിങ്ങൾ എന്തൊന്നുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ അവിശ്വസിക്കുന്നവരാകുന്നു എന്ന് അവർ അവിടുത്തെ സുലഭന്മാർ പറയാതിരുന്നിട്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ സ്വത്തുക്കളും സന്താനങ്ങളും ഉള്ളവരാകുന്നു, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. നീ പറയുക, തീർച്ചയായും എന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. പക്ഷെ ജനങ്ങളിൽ അധിക പേരും അറിയുന്നില്ല. തീർച്ചയായും സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഒന്നും നമ്മുടെ അടുക്കൽ നിങ്ങൾക്ക് സാമീപ്യം ഉണ്ടാക്കി തരുന്നവയല്ല. വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അത്തരക്കാർക്ക് തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇരട്ടി പ്രതിഫലമുണ്ട്. അവർ ഉന്നത സൗധങ്ങളിൽ നിർഭയരായി കഴിയുന്നതുമാണ്. എത്രയോ കുടുംബങ്ങളുണ്ട്, ഒരുപാട് മക്കളുണ്ട്, പക്ഷെ ഒന്നും ഉപകാരപ്പെടാതെ പോയ എത്രയോ കുടുംബങ്ങളുണ്ട്.
നമുക്കിടയിൽ തന്നെ നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മക്കൾ ഒരുപാടുണ്ടാവുന്നതും സമ്പത്തുണ്ടാവുന്നതൊന്നും വിജയത്തിന്റെ ആധാരമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വിനയമുള്ള കുടുംബങ്ങളില് അവിടെയുള്ള മക്കളും എന്തായിരിക്കും, അവിടെയുള്ള മക്കളും അവർക്ക് ഹൈറായിരിക്കും, അവർക്ക് റഹ്മത്തായിരിക്കും. വിനയമില്ലാത്ത കുടുംബങ്ങളിൽ എത്ര മക്കളുണ്ടായിട്ടും കാര്യമില്ല, അത് പിന്നീട് നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അഹങ്കാരം ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് ആ സമൂഹം, ആ കുടുംബം നശിച്ചു പോയത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മെ തോൽപ്പിക്കുവാനായി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കുവാൻ ശ്രമിക്കുന്നവരാരോ അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു. നീ പറയുക, തീർച്ചയായും എന്റെ രക്ഷിതാവ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അവൻ അതിന് പകരം നൽകുന്നതാണ്. അവൻ ഉപജീവനം നൽകുന്നവർ ഏറ്റവും ഉത്തമനത്രേ. അവരെ മുഴുവൻ അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. എന്നിട്ട് അവൻ മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയാണോ ഈ കൂട്ടർ ആരാധിച്ചിരുന്നത്? അവർ പറയും, നീ എത്ര പരിശുദ്ധൻ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അവരല്ല, എന്നാൽ അവർ ജിന്നുകളെയായിരുന്നു ആരാധിച്ചിരുന്നത്. അവരിൽ അധിക പേരും അവരിൽ ജിന്നുകളിൽ വിശ്വസിക്കുന്നവരത്രേ. ഒക്കെ ജിന്നുകളിൽ ആരാധിക്കുന്ന സമൂഹങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴുണ്ട്. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരിൽ തന്നെ ഒരു കൂട്ടര് ജിന്നുകളെ വിളിക്കുന്നവരും ജിന്നുകളെ പ്രാർത്ഥിക്കുന്നവരും ജിന്നുകളോട് സഹായം തേടുന്നവരും ഒക്കെയാണ്. അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ജിന്നുകളെ കൂട്ടുപിടിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇരുട്ടിന്റെ മറവികളിൽ എത്രയോ ആളുകള് ജിന്നുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകൾ നമ്മുടെ മുസ്ലിം സമൂഹങ്ങളിൽ തന്നെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അവരില് ജിന്നുകളിൽ വിശ്വസിക്കുന്നവരത്രേ. അവരെ ജിന്നുകളെ ആരാധിക്കുകയാണ് അവർ ചെയ്യുന്നതെന്ന്. ആകയാൽ അവൻ അന്ന് നിങ്ങൾക്ക് അന്യോന്യം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവുണ്ടായിരിക്കുന്നതല്ല. അക്രമം ചെയ്തവരോട് നിങ്ങൾ നിഷേധിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്ന നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് നാം പറയുകയും ചെയ്യും. ജിന്നുവർഗങ്ങളുമായി ആരാധിക്കുന്ന ആളുകള് അവരടുത്ത് പിന്നെ പല മുസ്ലിങ്ങളും പിന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെന്ന് പറയുകയും അങ്ങനെ അതൊക്കെ നിറവേറ്റിച്ച് വാങ്ങിക്കാറുണ്ട്. അത് ജിന്നുകളുടെ കഴിവുകൾ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇട്ടുകൊടുത്ത കഴിവ് വെച്ചിട്ട് ആണ് പലതും നടക്കുക. പലതും പിന്നെ ഖൈബിയായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും ഒക്കെ ജിന്നുകളുടെ കൂട്ടുപിടിച്ചിട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകരുത്. അതൊക്കെ ജിന്നുവർഗം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അവരെ കൂട്ടുപിടിക്കുകയോ അവരോട് സഹായം ചോദിക്കുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് അവസാനം നമ്മളെ ശിർക്കിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഓക്കെ, തുടക്കം നമ്മുടെ ദീനന്നായിരിക്കും, പിന്നീട് അത് ദീന് മാറിയിട്ട് പിന്നീട് ഷിർക്കായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ ബോർഡർ ലെവലിന്റെ അപ്പുറത്താണ്. അതൊന്നും ഇസ്ലാമിന്റെ ബോർഡർ ലെവലിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അതിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ സ്പഷ്ടമായ നിലയിൽ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ ജനങ്ങളോട് പറയും, നിങ്ങളുടെ രവിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്നതിൽ നിന്ന് നിങ്ങളെ തടയുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമാണിത്. ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളം മാത്രമാണെന്നും അവർ പറയും. തങ്ങൾക്ക് സത്യം വന്നു കിട്ടിയപ്പോൾ അതിനെപ്പറ്റി അവിശ്വാസികൾ പറഞ്ഞു, ഇത് സ്പഷ്ടമായ ജാലവിദ്യ മാത്രമാകുന്നു. അവർക്ക് പഠിക്കുവാനുള്ള വേദഗ്രന്ഥങ്ങളൊന്നും നാം അവർക്ക് നൽകിയിരുന്നില്ല. നിനക്ക് മുമ്പ് അവരിലേക്ക് ഒരു താക്കീതുകാരനെയും നാം നിയോഗിച്ചിരുന്നുമില്ല. ഇവർക്ക് മുമ്പുള്ളവർ നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അവർക്ക് നാം കൊടുത്തിരുന്നതിന്റെ 10 പോലും ഇവർ നേടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ദൂതന്മാരെ അവർ നിഷേധിച്ച് തള്ളി. അപ്പോൾ എന്റെ രോഷം എങ്ങനെയുള്ളതായിരുന്നു. നീ പറയുക, ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ. അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ ഈ 2 പേരായോ ഒറ്റയായോ നിൽക്കുകയും എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണമെന്ന്. നിങ്ങളുടെ കൂട്ടുകാരന് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു ഭ്രാന്തുമില്ല. ഭയങ്കരമായ ശിക്ഷയുടെ മുമ്പിൽ നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ മാത്രമാകുന്നു അദ്ദേഹം. നീ പറയുക, നിങ്ങളോട് ഞാൻ വല്ല പ്രതിഫലം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു. എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രമാകുന്നു. അവൻ എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. തീർച്ചയായും എന്റെ രക്ഷിതാവ് സത്യത്തെ ഇട്ടുതരുന്നു. അവൻ അദൃശ്യ കാര്യങ്ങൾ നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. നീ പറയുക, സത്യം വന്നു കഴിഞ്ഞു. അസത്യം യാതൊന്നിനും തുടക്കം കുറിക്കുകയില്ല, യാതൊന്നും പുനഃസ്ഥാപിക്കപ്പെടുകയുമില്ല. നീ പറയുക, ഞാൻ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിഴക്കുന്നതിന്റെ ദോഷം എനിക്ക് തന്നെയാകുന്നു. ഞാൻ നേർമാർഗം പ്രാപിച്ചുവെങ്കിലോ അതെനിക്ക് എന്റെ രക്ഷിതാവ് ബോധനം നൽകുന്നതിന്റെ ഫലമായിട്ടാണ്. തീർച്ചയായും അവൻ കേൾക്കുന്നവനും സമീപസ്ഥനുമാകുന്നു. അവർ സത്യനിഷേധികൾ പരിഭ്രാന്തരായി പോയ സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ, എന്നാൽ അവർ പിടിയിൽ നിന്ന് ഒഴിവാകുകയില്ല. അടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ അവർ പിടിക്കപ്പെടും. ഇതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുകയും ചെയ്യും. വിദൂരമായ ഒരു സ്ഥലത്ത് നിന്ന് അവർ
എങ്ങനെയാണ് ആ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുക? മുമ്പ് അവർ അതിൽ അവിശ്വസിച്ചതായിരുന്നു. വിദൂര സ്ഥലത്ത് നിന്ന് നേരിട്ടറിയാതെ അവർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മുമ്പ് അവരുടെ പക്ഷക്കാരെ കൊണ്ട് ചെയ്തതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിനുമിടയിൽ തടസ്സം സൃഷ്ടിക്കപ്പെട്ടു. തീർച്ചയായും അവർ അവിശ്വാസജനകരമായ സംശയത്തിലാകുന്നു. അതായത് വിശ്വാസം ഇല്ലാതെയാണ് അവര് ജീവിക്കുന്നത് എന്നുള്ളതാണൊക്കെ നാളെ ശിക്ഷാ നടപടി വരുമ്പോൾ മാത്രമാണ് ഇത് പൂർത്തിയാവുക എന്നുള്ളതാണ്. ഓക്കെ, സൂറത്ത് സബ കഴിഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനിയുള്ളത് സൂറത്തുൽ ഫാത്തിർ. സൂറത്തുൽ ഫാത്തിറിന് സൂറത്തുൽ മലായിക എന്നും കൂടി പേരുണ്ട് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കിയവനും 2, 3, 4 ചിറകുള്ള മലക്കുകളെ ദൂതന്മാരെ നിയോഗിച്ചവനുമായ അള്ളാഹുവിന് സ്തുതി. സൃഷ്ടിയിൽ താൻ ഉദ്ദേശിക്കുന്നത് അവൻ അധികമാക്കുന്നു. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. മലക്കുകൾക്ക് ചിറകുകളുണ്ട്. മലക്കുകളുടെ കണ്ണുകൾ നീലക്കണ്ണുകളാണ്. ഇതൊക്കെ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഓക്കെ, പല ചിറകുകളുള്ള മലക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് പിന്നെ പല പല പദവികൾക്കനുസരിച്ചാണ് മലക്കുകളുടെ ചിറകുകളുടെ വ്യത്യാസങ്ങളും എന്നൊക്കെയായിരിക്കും. അള്ളാഹു ആലും പിന്നെ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഓക്കെ, ജിന്നുകള് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. മനുഷ്യന് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ പല രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും വേഗതയായിരിക്കും മലക്കുകൾക്ക് ഉണ്ടായിരിക്കുക. പ്രകാശത്തിന്റെ വേഗത അറിയാലോ. പ്രകാശത്തിന്റെ വേഗത നമുക്ക് അളക്കാനും പോലും നമുക്ക് പറയാനും പോലും പറ്റാത്ത അത്രയുമാണ് പ്രകാശത്തിന്റെ വേഗത. സയൻസ് പഠിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും. പ്രകാശത്തിന്റെ വേഗത പഠിക്കുമ്പോൾ നമ്മൾ അത് എത്രത്തോളം വലിയ വേഗതയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മലക്കുകളുടെ വേഗത അങ്ങനെയായിരിക്കും. തീന്റെ വേഗത എന്താന്ന് നമുക്കറിയാം. അതുപോലെ ആയിരിക്കും ജിന്നുവർഗങ്ങളുടെ വേഗത. മനുഷ്യന്റെ വേഗത എന്താണ്? കളിമണ്ണ് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പും അവന്റെ പ്രകൃതവും അവന്റെ മരണവും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ജിന്നുകളുടെ ഇതാവുമ്പോൾ എന്താണ്? തീ കൊണ്ടാണ്. അപ്പൊ അതിനെ തണുപ്പിച്ചാലേ അത് പോവുള്ളൂ. അതായത് വെള്ളം കൊണ്ട് മാത്രമേ അതിനെ തണുപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യപ്പെടുമ്പോൾ നമ്മളോട് വെള്ളം കുടിക്കാൻ പറയുന്നത്. അതായത് തണുപ്പിക്കുകയാണ് അതിനൊക്കെ. മലക്കുകളുടെ സാക്ഷാൽ രൂപം കണ്ടാല് കാണാൻ പറ്റില്ല എന്നാണ്. മനുഷ്യനത് താങ്ങാൻ പ്രയാസമായിരിക്കുന്ന. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 പ്രാവശ്യമേ ശരിയായ രൂപത്തിൽ മലക്കുകളെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടിട്ടുള്ളൂ എന്നാണ്. ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ചിട്ട്. ഓക്കെ, അത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് കണ്ടിട്ട് ഭയന്ന് വിറച്ചിട്ട് ഖദീജ ബീവിയുടെ അടുത്ത് വന്നിട്ട് പിന്നെ മുടി പുതയ്ക്കാൻ പറഞ്ഞതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ച് നടുങ്ങിയിട്ട് ഞാൻ വീഴാൻ പോയി എന്നുള്ളതാണ്, നിലത്ത് വീഴാൻ പോയി എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറ്റി പറഞ്ഞത്. അത് അങ്ങനെയാണെന്ന്. പിന്നെ ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചിറകുകൾ 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 600 ചിറകുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വലിപ്പം എന്തായിരിക്കും? ചക്രവാളം മൂടിക്കളയുന്ന അത്രയും വലിപ്പമായിരുന്നു എന്നാണ്. ചക്രവാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പിന്നെ കടൽക്കരയിൽ പോയിട്ടൊന്ന് പിന്നെ സൺസെറ്റ് പിന്നെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിന്റെ വലിപ്പം. ആകാശത്തിന്റെ ഒരു വലിപ്പം നമുക്ക് കാണത്താത്തൊരു ദൂരം മാതിരിയായിരിക്കും അല്ലെ ആകാശം. അപ്പൊ അതിന്റെ മുന്നില് മലക്ക് വന്ന് നിന്നാൽ എന്തിങ്ങനെ ഉണ്ടാവും? ആകാശം കാണാൻ പറ്റൂലല്ലോ. അതുപോലെ ആയിരുന്നു എന്നാണ്. ഓക്കെ, ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ്. നമുക്കൊന്നും അറിയില്ല. അള്ളാഹു ആലം. ഒക്കെ, അള്ളാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യം തുറന്നു കൊടുക്കുന്ന പക്ഷം അത് പിടിച്ചു വെക്കാൻ ആരുമില്ല. അവൻ വല്ലതും പിടിച്ചു വെക്കുന്ന പക്ഷം അതിനുശേഷം അത് വിട്ടുകൊടുക്കാനും ആരുമില്ല. അവനത്രേ പ്രതാപിയും ബുദ്ധിമാനും. ഓക്കെ,
മനുഷ്യരെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ അള്ളാഹു അല്ലാതെ വല്ല സൃഷ്ടാവുമുണ്ടോ? അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? അവർ നിന്നെ നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ നിനക്ക് മുമ്പും ദൂതന്മാർ നിഷേധിച്ച് തള്ളപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുങ്കിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. മനുഷ്യരെ, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. പരമവഞ്ചകരായ പിശാചും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കുക. അവൻ തന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് അവർ നരകാവകാശികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി മാത്രമാണ്. അവിശ്വസിച്ചവരാരോ അവർക്ക് കഠിന ശിക്ഷയുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവുമുണ്ട്. എന്നാൽ തന്റെ ദുഷ്ടവൃത്തിയിൽ അലങ്കൃതമായി തോന്നിക്കപ്പെടുകയും അങ്ങനെ അത് നല്ലതായി കാണുകയും ചെയ്തവന്റെ കാര്യമോ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ അവരെ പറ്റിയുള്ള കൊടുംഖേദം നിമിത്തം നിന്റെ പ്രാണൻ പോകാതിരിക്കട്ടെ. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിവുള്ളവനാകുന്നു. അള്ളാഹു ആണ് കാറ്റുകളെ അയച്ചവൻ. അങ്ങനെ അവ മേഘത്തെ ഇളക്കി വിടുന്നു. എന്നിട്ട് ആ മേഘത്തെ നിർജീവമായ നാട്ടിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോകുകയും അത് മുഖേന ഭൂമിയെ അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം നാം സജീവമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാകുന്നു ഉയർത്തെഴുന്നേൽപ്പ്. ആരെങ്കിലും പ്രതാപം ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രതാപമെല്ലാം അള്ളാഹുവിന്റെ അധീനത്തിലാകുന്നു. അവങ്കിലേക്കാണ് ഉത്തമ വചനങ്ങൾ കയറിപ്പോകുന്നത്. നല്ല പ്രവർത്തനത്തെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ദുഷിച്ച തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവനാരോ അവർക്ക് കഠിന ശിക്ഷയുണ്ട്. അത്തരക്കാരുടെ തന്ത്രം നാശമടയുക തന്നെ ചെയ്യും. അള്ളാഹു നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ബീജഗണത്തിൽ നിന്നും സൃഷ്ടിച്ചു. പിന്നെ അവൻ നിങ്ങളെ ഇണകളാക്കി. അവന്റെ അറിവനുസരിച്ചല്ലാതെ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല, പ്രസവിക്കുന്നുമില്ല. ഒരു ദീർഘായുസ് നൽകപ്പെട്ട ആൾക്കും ദീർഘായുസ് ആയുസ് നീട്ടിക്കൊടുക്കപ്പെടുന്നതോ അയാളുടെ ആയുസിൽ കുറവ് വരുത്തപ്പെടുന്നതോ ഒരു രേഖയിൽ ഉള്ളതനുസരിച്ചല്ലാതെ നടക്കുന്നില്ല. തീർച്ചയായും ഇത് അള്ളാഹുവിന് എളുപ്പമുള്ളതാകുന്നു. മനുഷ്യന്റെ ആയുസ്, ജനനം, മരണം ഇതൊന്നും ആരും നിശ്ചയിച്ച പ്രകാരമല്ല നടക്കുന്നത് എന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച രീതിയിൽ ഇണകളാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ അല്ലെ ഭർത്താവ് നമ്മൾ വിവാഹം കഴിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ്? അദ്ദേഹം വിവാഹം കഴിക്കുന്ന എത്രാമത്തെ വയസ്സിലാണ്? അപ്പൊ അദ്ദേഹം ജനിച്ച് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ അറിയുന്നേ ഇല്ല അയാളെ ഞാൻ ഇന്ന സമയത്ത് കണ്ടുമുട്ടുന്നു, അവര് നമ്മൾ വിവാഹം കഴിക്കും എന്നുള്ളത് നമ്മൾ രണ്ടു കൂട്ടരും അറിയുന്നില്ല. പക്ഷെ ഒരാൾക്കുള്ള ഇണയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 3-4 വർഷങ്ങൾക്ക് ശേഷം വേറൊരു കുടുംബത്തിൽ നമ്മളെ സൃഷ്ടിക്കുകയും എന്നിട്ട് നമ്മൾ തമ്മിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അവിചാരിതമായിട്ട് ഒരു കല്യാണ സ്ഥലത്തോ എവിടെയെങ്കിലും വെച്ചോ കണ്ടുമുട്ടുന്നു. അത് കഴിഞ്ഞിട്ട് കുടുംബങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നു. അവിടുന്ന് ആരെങ്കിലുമൊക്കെ ഇന്ന സ്ഥലത്ത് പെണ്ണുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ചെക്കനുണ്ടെന്ന് പറയുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ കടന്നു വരുന്ന ഒരു പ്രോസസ്സ്, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് തന്നെയാണ് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ അള്ളാഹുവിന്റെ നിയമത്തിൽ എഴുതി വെച്ചത് സംഭവിക്കുകയാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്നുള്ളതും അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതും, അള്ളാഹു അറിയാതെ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല, പ്രസവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദീർഘായുസ് ലഭിച്ച ആളുകള് അല്ലെങ്കിൽ കുറഞ്ഞ ആളുകള് ഇതൊന്നും ഒരാൾക്കും സ്വയം തീരുമാനിച്ചതല്ല. അത് ഒരു രേഖയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി ഖൈബിയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനി ഒരിക്കലും ആ രേഖ എന്തായി, ആ മഷി ഉണങ്ങിക്കഴിഞ്ഞു, അത് ഉയർത്തപ്പെട്ടു എന്നാണ്. അത് എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞു, അത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു, അത് അതുപോലെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, പിന്നെ അപ്പൊ നമ്മൾ നല്ലത് ചെയ്തിട്ട് നമുക്ക് വേറെ നല്ലത് വരുന്നതും, അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്തിട്ട് പലതും കിട്ടുന്നതും, ഇതൊക്കെ അപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടാവും നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെയൊക്കെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹിക്മത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രത്തിൽ ഇട്ട് തന്ന കുറെ കാര്യങ്ങൾ, നമ്മൾ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവന് നന്മയിലേക്ക് പോകും, ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവന് തിന്മയിലേക്ക് പോകും, ഇന്ന കാര്യം ചെയ്താൽ അവന്റെ ആയുസ് വർദ്ധിക്കും, ഇന്ന കാര്യം ചെയ്താൽ അവന്റെ ആയുസ് കുറയും. ഇതൊക്കെ മനുഷ്യൻക്ക് മുഴുവനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു കാര്യമാണ്. അതായത് കുടുംബ ബന്ധം പുലർത്തി കഴിഞ്ഞാൽ അവൻക്ക് ആയുസ് വർദ്ധിക്കും എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ട് അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചാൽ എല്ലാ മനുഷ്യർക്കും അത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഫിത്രത്തിലേക്ക് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും ചെയ്യും, അത് അങ്ങനെ ചെയ്യും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്വഭാവം എന്താണെന്ന്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളതൊക്കെ അള്ളാഹ്ക്ക് അറിയാം.
അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അഴിച്ചു വിട്ടിട്ടുള്ളത്. നീ എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോയിക്കോ. പക്ഷെ എന്തെങ്കിലും തിന്മ ചെയ്തിട്ട് നീ എന്നിലേക്ക് മടങ്ങും എന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യും. മടങ്ങിയാൽ നിന്നെ ഞാൻ സ്വീകരിക്കും, മടങ്ങിയിട്ടില്ലെങ്കിലും അത് നിനക്ക് ദോഷമായിട്ട് തന്നെയാണ്. അല്ലാതെ എനിക്ക് അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർഷിനോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനത്തിനോ അതിനൊരു കുറവും വരുത്തൂല എന്നാണ്. അള്ളാഹിന്റെ ഖജനാവില് ഒരു കുറവും വരുത്തുന്നില്ല. നമ്മൾ എത്ര ചോദിച്ചാലും അതൊന്നും അള്ളാഹിന്റെ ഖജനാവിന്ന് ഒട്ടും കുറയുന്നില്ല എന്നാണ്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഓൾറെഡി നമുക്ക് നിശ്ചയിച്ച് വെച്ച കഴിഞ്ഞ കാര്യമാണ്. അതിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്, നമ്മൾ ദുആ ചെയ്ത് അതിൽ നിന്ന് എടുക്കുകയാണ്. ദുആ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് അത് ഊരി മാറ്റിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾക്കറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുമുണ്ട്. ഇവൻ എങ്ങനെയാണ്, ഫെബ് ഇങ്ങനെയാണ് പോവുക, ഫെബ് ഇങ്ങനെയാണ് ചെയ്യുക. ഇതൊക്കെ അള്ളാഹ് മുൻകൂട്ടി എഴുതി വെച്ച രേഖയെ അത് അതുപോലെ നടക്കുകയാണ്. നമ്മള് നമ്മുടെ കഴിവായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും പലപ്പോഴും. പക്ഷെ ഒന്നും കഴിവുകളല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി എഴുതി വെച്ച കാര്യങ്ങൾ. നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അത് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടൂല. അതുകൊണ്ടാണ് ആ ഭാഗങ്ങള് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹ് പറഞ്ഞ മാതിരി നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് മാത്രം. അപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ നമ്മുടെ ചിന്തയിൽ നിന്ന് അത് വിട്ടുപോവുകയും നമുക്കത് പിന്നീട് ഒരു പ്രയാസമായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ, ഹൈബി ആയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക, അള്ളാഹുവിൽ തൃപ്തിപ്പെടുക, നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ട് വിനയം കാണിക്കുക. രണ്ട് ജലാശയങ്ങൾ സമമാവുകയില്ല. ഒന്ന് കുടിക്കാൻ സുഖമുള്ള ഹൃദ്യമായ ശുദ്ധജലം, മറ്റൊന്ന് കയ്പുള്ള ഉപ്പുവെള്ളം. രണ്ടിൽ നിന്ന് നിങ്ങൾ പുത്തൻ മാംസം എടുത്ത് തിന്നുന്നു. നിങ്ങൾക്ക് ധരിക്കാനുള്ള ആഭരണം അതിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്യുന്നു. അതിലൂടെ കപ്പലുകൾ കീറിക്കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിപ്പിടിക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും അത്രേ അത്. രണ്ട് ജലാശയങ്ങൾ അല്ലെ, പിന്നെ ഒന്ന് കടൽ വെള്ളം, ഒന്ന് നദിയിലെ വെള്ളം. രണ്ടും തൊട്ടടുത്താണുള്ളത്. അത് രണ്ടിലും മത്സ്യങ്ങളുണ്ട്. രണ്ടും രണ്ട് തരത്തിലുള്ള മത്സ്യം. ഒരു മത്സ്യം മറ്റേ നദിയിലെ മത്സ്യം കടലിലേക്ക് പോകാൻ പറ്റില്ല, കടലിലെ മത്സ്യത്തിന് നദിയിലേക്ക് വരാനും പറ്റില്ല. എന്നാല് അതിൽ നിന്ന് നമുക്ക് രണ്ടിൽ നിന്നും നമുക്ക് ഭക്ഷണമുണ്ട്, മാംസം അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് മുത്തും പവിഴങ്ങളൊക്കെ കിട്ടും. അതൊക്കെ എന്താ ചെയ്യാ, നമുക്ക് അതുകൊണ്ട് പിന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കാനും അത് വിൽപ്പന നടത്താനും അതിലൂടെ കച്ചവടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ അതിലൂടെ കപ്പലുകൾ കടന്നു പോകാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചത് അനുഗ്രഹങ്ങളാണ്. ഒക്കെ ഇതൊക്കെ നമ്മള് അനുഗ്രഹങ്ങളെ തേടി പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യണം എന്നുള്ളതാണ്. യാത്ര ചെയ്യും തോറും നമ്മുടെ അനുഗ്രഹങ്ങൾ കൂടിക്കൂടി വരുമെന്നാണ്. അതുകൊണ്ടാണ് യാത്രക്കാർക്ക് അനുഗ്രഹങ്ങൾ കൂടുതലാണ് ഉണ്ടാവുക. യാത്ര ചെയ്യാത്തവരെ അപേക്ഷിച്ച് യാത്ര ചെയ്യുന്ന ആളുകളുടെ അനുഗ്രഹങ്ങൾ കൂടുതലായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി. നിങ്ങൾ യാത്ര കൂടുതൽ ചെയ്യും തോറും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കൂടുക ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ ചിന്തകൾ വലുതാവും. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങളുടെ പിന്നെ യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര കൂടുന്തോറും നമ്മുടെ പ്രാർത്ഥനകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ കൂടി കൂടി വരും. രാവിനെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ അവൻ രാവിലും പ്രവേശിപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ തന്റെ നിയമത്തിൽ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. അവ ഓരോരോന്നും നിശ്ചിതമായ ഒരു പരിധിവരെ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവനാകുന്നു അവൻ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനാകുന്നു ആധിപത്യം. അവന് പുറമെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈത്തപ്പഴത്തിന്റെ പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അതായത് ഈത്തപ്പഴത്തിന്റെ പിന്നെ ഉള്ളില് ഒരു കുരു ഉണ്ടാവും. ആ കുരുവിന് ഒരു പാടുണ്ട്. ആ പാട അത്രയും നൈസായിട്ടുള്ള ഒരു പാടയാണ്. ആ പാട പോലും മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റൂല എന്ന്. ഒരു പഴവർഗ്ഗങ്ങളും ഫലവൃക്ഷങ്ങളും മനുഷ്യന് സ്വന്തം കഴിവ് കൊണ്ടുണ്ടാകുന്നില്ല. അതില് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഴ എന്ന് പറയുന്ന അനുഗ്രഹം, അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്ന അനുഗ്രഹം വേണം. അതുപോലെ തന്നെ മനുഷ്യന് പിന്നെ ചെയ്യാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാറ്റ് എന്ന് പറയുന്ന, അതായത് പിന്നെ അന്തരീക്ഷമായിട്ടുള്ള സമ്പർക്കം ആ മണ്ണിന് വേണം. എന്നാൽ മാത്രമേ അത് പൊട്ടിമുളയ്ക്കുന്നുള്ളൂ. ഇതൊന്നും മനുഷ്യന്റെ കഴിവ് കൊണ്ട് സംഭവിക്കൂല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ്, അതൊരു പാട പോലും മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകപ്പെടുന്നതില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളിയാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂക്ഷ്മജ്ഞാനമുള്ളവനെ അള്ളാഹുവെ പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല.
മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു. അള്ളാഹു ആകട്ടെ സ്വയം പര്യാപ്തനും സ്തുത്യർഹനുമാകുന്നു. നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കാനുണ്ടവരാണ്. അള്ളാഹുവിനെ ആശ്രയിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹുവിന് നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മളാരും അള്ളാഹ്ക്ക് പല ആളുകളും അള്ള എന്നെ ഇങ്ങനെ ആക്കിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുന്നത് കാണാം. അള്ളാഹ്ക്ക് ഒരിക്കലും നമ്മളെ നല്ലതിലും ജീവിച്ചാലും തിന്മയിലും ജീവിച്ചാലും അള്ളാഹ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്കാണ് നഷ്ടപ്പെടുക. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക. അള്ളാഹ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹിനോട് യുദ്ധം ചെയ്തിട്ട് നമ്മൾ ആരും വിജയിക്കാൻ പോകുന്നില്ല. ഓക്കെ. അങ്ങനെയാണ് പല ആളുകളും പറയലും പ്രവർത്തിക്കലൊക്കെ. അള്ളാഹ് എന്നെ ഇങ്ങനെ ആക്കിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയതെന്ന്. അള്ളാഹിനായിട്ട് യുദ്ധം ചെയ്തിട്ട് ആരും ദുനിയാവിൽ വിജയിച്ചിട്ടില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നമ്മള് നല്ലതിൽ ജീവിച്ചാലും തിന്മയിൽ ജീവിച്ചാലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖജനാവിൽ നിന്ന് ഒരു കുറവും വരൂല. കാരണം ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു സമയത്ത് 60 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു പോകും. പക്ഷെ വീണ്ടും എന്തുണ്ട്? ലോകമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നുണ്ട്. വരും തലമുറകളെയും നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കാണ് നഷ്ടമുള്ളത്? നമുക്ക് മാത്രം. നമ്മൾ ഭൂമിയിൽ നിന്നാണ് പോകുന്നതോട് കൂടിയിട്ട് നമ്മൾ അമലുകളും കഴിയും, നമ്മൾ ചെയ്യേണ്ട നല്ല സൽപ്രവർത്തനങ്ങളും കഴിയും. നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കത് ഹൈറാകുമായിരുന്നു. ചെയ്യാതെ പോയാല് നമുക്ക് പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷെ നിങ്ങളെ അവൻ നീക്കം ചെയ്യുകയും പുതിയൊരു സൃഷ്ടിയെ അവൻ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. പാപഭാരം വഹിക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. ഭാരം കൊണ്ട് ഞെരുങ്ങുന്ന ഒരാൾ തന്റെ ചുമട് താങ്ങുവാൻ ആരെങ്കിലും വിളിക്കുന്ന പക്ഷം അതിൽ നിന്ന് ഒട്ടും തന്നെ ഏറ്റെടുക്കപ്പെടുകയുമില്ല. വിളിക്കുന്നവന് അടുത്ത ബന്ധുവാണെങ്കിൽ പോലും, വിളിക്കുന്നത് അടുത്ത ബന്ധുവിനെ ആണെങ്കിൽ പോലും തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യമായ വിധത്തിൽ തന്നെ ഭയപ്പെടുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ നിന്റെ താക്കീത് ഫലപ്പെടുകയുള്ളൂ. വല്ലവൻ വിശുദ്ധി പാലിക്കുന്ന പക്ഷം തന്റെ സ്വന്തം നന്മയ്ക്കായി തന്നെയാണ് അവൻ വിശുദ്ധി പാലിക്കുന്നത്. അള്ളാഹുവിലേക്കാണ് മടക്കും. നമ്മളെ കുടുംബത്തിനെ തന്നെ നോക്കിയാൽ മതി. നമ്മളെ സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടാവും. അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? നമ്മളെ പ്രയാസത്തൊന്ന് കുറച്ചു തരാൻ അവരെ കൊണ്ട് പറ്റുമോ? നമുക്ക് എത്ര തന്നെ ഇല്ലെങ്കിലും അവർ നമുക്ക് എത്ര തന്നെ സഹായിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് നെറിയുന്നുണ്ടോ? നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതമാർഗം ഉണ്ടായതല്ലാതെ നമ്മുടെ പ്രയാസം തീരൂല. നമുക്ക് എത്ര ആളുകള് എത്ര സക്കാത്ത് തന്നാലും സദക്ക ചെയ്താലും നമുക്ക് എത്ര തന്നെ നൽകിയാലും നമ്മളെ ആവശ്യത്തെ പൂർത്തീകരിക്കാൻ നമ്മളെ കയ്യിൽ തന്നെ ചെറിയതാണെങ്കിലും ഒരു ജോലി വേണം. ആ ജോലിയിൽ നിന്ന് നമുക്കൊരു വരുമാന മാർഗം വേണം. ഇപ്പൊ വരുമാന മാർഗം കിട്ടുകയാണെങ്കിൽ 5000 റുപ്യെങ്കിൽ 5000 റുപ്യ വരുമാന മാർഗം കിട്ടിക്കഴിഞ്ഞാല് അത് മതിയാവും. നമുക്ക് ഒരാളൊരു മാസം 10000 റുപ്യ വെച്ച് നമുക്ക് എല്ലാ മാസം തരുന്നതിനേക്കാളും നമുക്ക് ബർക്കത്തും അനുഗ്രഹവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഈ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന ആ പൈസയിലായിരിക്കും. അതാണ്. ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല അല്ലാതെ. അള്ളാഹു സഹായിച്ചാലല്ലാതെ നമ്മളെ പ്രയാസം തീരുകയില്ല. അന്ധനും കാഴ്ചയില്ലാത്തവനും സമമാവുകയില്ല. ഇരുളും വെളിച്ചവും സമമാവുകയില്ല. തണലും ചൂടുള്ള വെയിലും സമമാവുകയില്ല. ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും സമമാവുകയില്ല. തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. നിനക്ക് കബറുകളിലുള്ളവരെ കേൾപ്പിക്കാനാവില്ല. നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. തീർച്ചയായും നിന്നെ നാം അയച്ചിരിക്കുന്നത് സത്യവും കൊണ്ടാണ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിട്ട് ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല. അവർ നിന്നെ നിഷേധിച്ചു തള്ളുന്നുവെങ്കിൽ അവർക്ക് മുമ്പുള്ളവർ നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അവരിലേക്കുള്ള ദൂതൻ പ്രത്യക്ഷമായ ലക്ഷ്യങ്ങളും ന്യായപ്രമാണവും വെളിച്ചം നൽകുന്ന ഗ്രന്ഥവും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. പിന്നീട് നിഷേധിച്ചവരെ ഞാൻ പിടികൂടി. അപ്പോൾ എന്റെ രോഷം എങ്ങനെയുള്ളതായിരുന്നു! നീ കണ്ടില്ലേ, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു. എന്നിട്ട് അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പഴങ്ങൾ നാം ഉൽപ്പാദിപ്പിച്ചു. പർവ്വതങ്ങളിലുമുണ്ട് വെളുത്തതും ചുവന്നതുമായ നിറഭേദങ്ങളുള്ള പാതകൾ, കറുത്തിരുണ്ടവയുമുണ്ട്. മനുഷ്യരിലും മൃഗങ്ങളിലും കന്നുകാലികളിലും അതുപോലെയുള്ള വിഭിന്ന വർണ്ണങ്ങളിലുള്ളവയുണ്ട്. അള്ളാഹുവെ ഭയപ്പെടുന്നവന് അവന്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം ഉറപോലെ നിർവഹിക്കുകയും നാം കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാകുന്നു. അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ അവൻ പൂർത്തിയാക്കി കൊടുക്കുവാനും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ അവർക്ക് കൂടുതലായി നൽകുവാനും വേണ്ടി തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാകുന്നു. നിനക്ക് നാം ബോധനം നൽകിയ ഗ്രന്ഥം തന്നെയാകുന്നു സത്യം. അതിന്റെ മുമ്പുള്ളതിന് വേദങ്ങളെ സത്യപ്പെടുത്തുന്നവനായിട്ട് തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു. പിന്നീട് നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം തെരഞ്ഞെടുത്ത
അല്ലാത്തവർക്ക് നാം വേദഗ്രന്ഥം അവകാശപ്പെടുത്തി കൊടുത്തു. അവരുടെ കൂട്ടത്തിൽ സ്വന്തത്തോട് അന്യായം ചെയ്തവരുണ്ട്. മദ്യ നിലപാടുകാരും അവരിലുണ്ട്. അള്ളാഹുവിന്റെ അനുമതിയോടെ നന്മകളിൽ മുൻകടന്നവരും അവരിലുണ്ട്. അത് തന്നെയാണ് മഹത്തായ അനുഗ്രഹം. സ്ഥിരവാസത്തിലുള്ള സ്വർഗത്തോപ്പുകളിൽ അവർ പ്രവേശിക്കുന്നതാണ്. സ്വർണം കൊണ്ടുള്ള ചില വളകളും മുത്തുകളും അവർക്ക് അവിടെ അണിയിക്കപ്പെടും. അവിടെ അവരുടെ വസ്ത്രം പട്ടായിരിക്കും. അവർ പറയും, ഞങ്ങളിൽ നിന്ന് ദുഃഖം നീക്കം ചെയ്ത അള്ളാഹുവിന് സ്തുതി. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും നന്ദിയുള്ളവനും അത്രേ. തന്റെ അനുഗ്രഹത്താൽ സ്ഥിരവാസത്തിലുള്ള ഈ ഭവനത്തിൽ തങ്ങളെ കുടിയിരുത്തിയവനാകുന്നു അവൻ. യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഞങ്ങളെ ബാധിക്കുകയില്ല. യാതൊരു ക്ഷീണവും ഇവിടെ ഞങ്ങളെ സ്പർശിക്കുകയില്ല. അവിശ്വസിച്ചവരാരോ അവർക്കാണ് നരകാഗ്നി അവരുടെ മേൽ മരണം വിധിക്കപ്പെടുന്നതല്ല. എങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു. അതിലെ ശിക്ഷയിൽ നിന്ന് ഒട്ടും അവർക്ക് ഇളവ് ചെയ്യപ്പെടുകയുമില്ല. അപ്രകാരം എല്ലാ നന്ദി കെട്ടവർക്കും നാം പ്രതിഫലം നൽകുന്നു. അവർ അവിടെ വെച്ച് മുറവിളി കൂട്ടും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ പറഞ്ഞയക്കണമേ. മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ സൽക്കർമ്മം ചെയ്തു കൊള്ളാം. അപ്പോൾ നാം പറയും, ആലോചിക്കുന്നവനെ ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് തന്നില്ലേ? താക്കീതുകാരൻ നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്തു. അതിനാൽ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. അക്രമികൾക്ക് യാതൊരു സഹായിയുമില്ല. തീർച്ചയായും അള്ളാഹു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാകുന്നു. തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. അവനാണ് നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധിയാക്കിയവൻ. ആകയാൽ വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം അവന്റെ അവിശ്വാസത്തിന്റെ ദോഷം അവന് തന്നെ. അവിശ്വാസികൾക്ക് അവിശ്വാസം അവരുടെ രക്ഷിതാവിങ്കൽ കോപമല്ലാതൊന്നും വർദ്ധിപ്പിക്കുകയില്ല. അവിശ്വാസികൾക്ക് അവരുടെ അവിശ്വാസം നഷ്ടമല്ലാത്ത ഒന്നും വർദ്ധിപ്പിക്കുകയില്ല. നീ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പങ്കാളികളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ എന്തൊന്നാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. അതല്ല ആകാശങ്ങളിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ? അതല്ല നാം അവർക്ക് വല്ല ഗ്രന്ഥവും നൽകിയിട്ട് അതിൽ നിന്ന് തെളിവ് അനുസരിച്ചാണോ അവർ നിലകൊള്ളുന്നത്? അല്ല, അക്രമികൾക്ക് അന്യോന്യം വാഗ്ദാനം ചെയ്യുന്നത് വഞ്ചന മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങാതെ പിടിച്ചു നിർത്തുന്നു. അവ നീങ്ങിപ്പോവുകയാണെങ്കിൽ അവന് പുറമെ യാതൊരാൾക്കും അവനെ പിടിച്ചു നിർത്താനാവില്ല. തീർച്ചയായും അവൻ സഹനശീലനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. തങ്ങളുടെ അടുത്തൊരു താക്കീതുകാരൻ വരുന്ന പക്ഷം തങ്ങൾ ഏതൊരു സമുദായത്തെക്കാളും സന്മാർഗം സ്വീകരിക്കുന്നവരാകുമെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യാൻ കഴിയുന്നതിനും പരമാവധി അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞു. എന്നാൽ ഒരു താക്കീതുകാരൻ അവരുടെ അടുത്ത് വന്നപ്പോൾ അത് അവർക്ക് അകൽച്ച മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ. ഭൂമിയിൽ അവർ അഹങ്കരിച്ച് നടക്കുകയും ദുഷിച്ച തന്ത്രങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിലാണ് അത്. ദുഷിച്ച തന്ത്രം, അതിന്റെ ഫലം അത് പ്രയോഗിച്ചവരിലേക്ക് തന്നെയാണ് വന്നു ഭവിക്കുക. അതായത് ദുഷ്ടത ആര് ചെയ്തോ അത് അവരിലേക്ക് മടക്കപ്പെടും. അത് ഇനിയിപ്പോ എത്ര തന്നെ ആയാലും, അവന് എത്ര തന്നെ അത് സംഭവിക്കൂല എന്ന് പറഞ്ഞാല് ഒരിക്കലും നമ്മുടെ കൈകൊണ്ട് ചെയ്ത ദുഷ്ടത്തരത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. അത് നമ്മള് പോലും അറിയാതെ നമ്മുടെ കുടുംബത്തിലേക്ക് അത് മടങ്ങി വരും. 3 തലമുറ വരെ അത് അനുഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരാളുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ 3 തലമുറ ആ ആ ഒരു കുഞ്ഞിന്റെ ഗർഭപാത്രത്തില് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തിൽ അത് ഉണ്ടായിരിക്കും എന്നാണ്. 3 തലമുറക്കുള്ളത് ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗർഭിണികളായിരിക്കുന്ന സമയത്ത് നമ്മള് പിന്നെ മരണത്തിനെ കുറിച്ചിട്ട് ആത്മഹത്യയെ കുറിച്ച് ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ കുഞ്ഞിന്റെ ബ്രെയിനിൽ വരെ അതിന്റെ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്നു. അതുകൊണ്ടാണ് പല ആളുകളുടെയും കുട്ടികള് ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാതാവ് വയറ്റിലിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ വേണ്ടാന്ന് എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞ് പിന്നീട് ജനിച്ച് വളർന്ന് വലുതായി കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിന്റെ ബ്രെയിനിൽ ആ ഒരു ചിന്ത കയറി വരുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം മൈന്യൂട്ടാണ് നമ്മളൊരു കുഞ്ഞ് വയറ്റിലുള്ളപ്പോൾ ആ കുഞ്ഞിനുണ്ട് ഗർഭപാത്രത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ കുഞ്ഞിന്റെ ഗർഭപാത്രത്തിൽ അണ്ടം ഉണ്ടാകുന്നതും 3 തലമുറക്കുള്ള അണ്ടം അതിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടും ഉണ്ടാവുന്നതാണ്. അതാണ് പിന്നീട് എന്താവുന്നത്, ഗർഭപാത്രമൊക്കെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിന്റെ വയറ്റിലുണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കേണ്ട പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞ് വളരുമ്പോഴാണ് ഗർഭപാത്രം ഉണ്ടാവുന്ന, അല്ലല്ല. ഗർഭപാത്രമൊക്കെ അതിനു മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ അണ്ടവും ഒക്കെ അതിന്റെ ഉള്ളിൽ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടാണ് കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ദുഷ്ടത്തരം കാണിച്ചാല് തന്റെ മക്കളിലൂടെയെങ്കിലും ആ ദുഷ്ടത്തരത്തിനുള്ള ഫലം നമ്മൾ അനുഭവിക്കും. ആരോട് ചെയ്താലും
നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളോട് ഒരു തിന്മ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ പൂർവികന്മാരുടെ കാര്യത്തിൽ ഉണ്ടായ നടപടിക്രമമല്ലാതെ എന്താണ് അവർ കാത്തിരിക്കുന്നത്? അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് യാതൊരു ഭേദഗതിയും നീ കണ്ടെത്തുകയില്ല. അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ യാതൊരു മാറ്റവും നീ കണ്ടെത്തുകയുമില്ല. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുൻഗാമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്നില്ലേ? അവർ ഇവരെക്കാൾ മികച്ച ശക്തിയുള്ളവരായിരുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുള്ള യാതൊന്നിനും അള്ളാഹുവെ തോൽപ്പിക്കാനാവില്ല. തീർച്ചയായും അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു. അള്ളാഹു മനുഷ്യനെ അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഉടനെ തന്നെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തുവിനെയും അവൻ വിട്ടേക്കില്ലായിരുന്നു. എന്നാൽ ഒരു നിശ്ചിത അവധി വരെ അവരെ അവൻ നീട്ടിയിടുന്നു. അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ അവർക്ക് രക്ഷപ്പെടാനാവില്ല. കാരണം തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ചെയ്ത തിന്മക്ക് അപ്പൊ തന്നെ പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല എന്ന്. സത്യല്ലേ? നമ്മുടെ ജീവിതത്തില് നമുക്ക് തന്നെ അറിയാം, നമ്മളെ അടുത്ത് എന്തെല്ലാം തിന്മകൾ വരുന്നുണ്ട്. എന്നിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന് പാപമോചനം തേടുന്നതും നമ്മൾ മടങ്ങുന്നതും ഒക്കെ. അള്ളാഹ് അപ്പൊ തന്നെ പിടിച്ച് നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ടോ? ഈവൻ വ്യഭിചാരം ചെയ്യുന്ന ഒരാളെ കുറിച്ച് പോലെ ഒന്ന് ആലോചിച്ച് നോക്കി. അയാള് ആ വ്യഭിചാരം ചെയ്തെന്ന് വിചാരിച്ചിട്ട് അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കൂല. അവന് വീണ്ടും 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 തിന്മ ചെയ്യുമ്പോൾ മാത്രമാണ് 3-4 വട്ടം അവനിൽ നിന്ന് ആ തിന്മ വന്നു കഴിയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ മുന്നിൽ അവനെ പ്രദർശിപ്പിക്കുന്നതും അവനെ അപമാനിക്കപ്പെടുന്നതും. അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് വിട്ടുമാപ്പ് കൊടുക്കുന്നുണ്ട്. അവന് നേർവഴിയിലേക്ക് വരാൻ വേണ്ടിയിട്ടും അത് ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. പക്ഷെ അവന് അല്ലെങ്കിൽ അവള് അത് പിന്നെയും ആ തിന്മ ചെയ്യുമ്പോഴാണ് അത് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതും അവരെ അപമാനിക്കപ്പെടുന്നതും. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാവ് കൊണ്ട് നമ്മള് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നത്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, നമ്മളെ പിന്നെ ഫിത്ന പറയുന്നത്, നമീമത്ത് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കൊക്കെ അള്ളാഹ് അതിനനുസരിച്ച് അപ്പക്കപ്പള തന്നെ ഉത്തരം തരാൻ നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. അത്രയും ദുൽമകളൊക്കെ നമ്മുടെ നാവിലൂടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ പറഞ്ഞു പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിൽ എത്ര ആളുകളുണ്ട്, ചുറ്റുമുള്ള ആളുകള് നമ്മുടെ നാവ് കൊണ്ട് പ്രയാസപ്പെടാതെ പോയത് എത്ര ആളുകളുണ്ട്? മിക്കവാറും ആളുകള് മറ്റുള്ളവരോട് ദുൽമ കാണിച്ചിട്ടുണ്ട്. അത് ഭർത്താവിന്റെ അടുത്താണെങ്കിൽ പോലും നമ്മുടെ അടുത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങള് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അവരെ കുത്തി നോവിക്കുന്ന രീതിയിലൊക്കെ നമ്മളെ അടുത്ത് നിന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നാത്തൂന്മാരുടെ അടുത്ത്, അല്ലെങ്കിൽ അമ്മായിമാരുടെ അടുത്ത്, അല്ലെങ്കിൽ വീട്ടിലുള്ള അടുത്ത പണിക്ക് വരുന്നവരുടെ അടുത്ത്, അങ്ങനെ നമ്മളെ നാവ് കൊണ്ട് പ്രയാസപ്പെടാത്ത ഏതെങ്കിലും ആളുകൾ ഈ ദുനിയാവില് നമ്മളെ ചുറ്റുഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നമ്മളോട് തന്നെ ചോദിച്ചോക്കെ. ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് നമ്മൾ തെറ്റിദ്ധരുത്തി, നമ്മൾ മാറി, നമ്മൾ നന്മയിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തന്നെ നമ്മളെ പിടിച്ച് ശിക്ഷിക്കാൻ പോവുകയായിരുന്നെങ്കിൽ നമ്മളൊന്നും ദുനിയാവില് ബാക്കി ഉണ്ടാവില്ലായിരുന്നു എന്നാണ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെത്തൊട്ടും കാത്തിരക്ഷിക്കട്ടെ, എല്ലാവർക്കും പുറത്ത് മാപ്പ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്തതാണ് സൂറത്ത് യാസീന്. ഖുർആന്റെ മണവാട്ടിയാണ് യാസീൻ എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാ ഹദീസുകളും, യാസീനെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. പക്ഷെ യാസീനിന്റെ ഹദീസുകളൊക്കെ ദുർബലമാണ്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹദീസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഹദീസുകൾ ദുർബലമായിട്ടുള്ള ഹദീസാണെങ്കിൽ പോലും ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാത്തിനും കൂടി കൂട്ടി വെക്കുമ്പം അതില് പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ചിലർ അമല് ചെയ്യുന്നു, ആ അമല് ചെയ്യുമ്പോൾ ആ അമല് തെറ്റാണെന്ന് പറയാനും പാടുള്ളതല്ല. ഓക്കെ, ആ അമല് കളവാണെന്നോ അല്ലെങ്കിൽ ആ അമല് സ്വീകരിക്കപ്പെടൂല എന്നോ ഒന്നും പറയാൻ പാടുള്ളതല്ല. കാരണം ഒരുപാട് ഹദീസ് കൊണ്ട് ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കുമ്പം ഈവൻ അതൊക്കെ ദുർബലമായ ഹദീസാണെങ്കിൽ പോലും എല്ലാത്തിനും കൂടി കൂട്ടിച്ചേർക്കുമ്പം അത് എന്താവും? അത് പ്രബലമായിട്ടുള്ളൊരു അമല് തന്നെയായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിലും നമ്മൾ നന്മ മാത്രം കണ്ടാൽ മതി, തിന്മകൾ കാണാൻ ശ്രമിക്കേണ്ട. ഓക്കെ, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ. ഓക്കെ, ഇത് കേവലമായിട്ടുള്ള അക്ഷരം കൊണ്ട് തുടങ്ങിയതാണ്. തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. നീ ദൈവദൂതന്മാരിൽ പെട്ടവർ തന്നെയാകുന്നു. നേരായ പാതയിലാകുന്നു നീ. പ്രതാപിയും കാരുണ്യമായിട്ടുള്ളവൻ
അവതരിപ്പിച്ചതത്രേ ഈ ഖുർആൻ. ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി അവരുടെ പിതാക്കന്മാർ താക്കീത് നൽകപ്പെട്ടിട്ടില്ല. അതിനാൽ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു. അവരിൽ മിക്കവരുടെ കാര്യത്തിലും ശിക്ഷയെ സംബന്ധിച്ച വചനം സത്യമായി പുലർന്നിരിക്കുന്നതിനാൽ നീ വിശ്വസിക്കുകയില്ല. അവരുടെ കഴുത്തുകളിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു, അത് അവരുടെ താടിയെല്ലുകൾ വരെ എഴുത്തുന്നു. തന്മൂലം അവർ തലകുത്തനെ പിടിച്ചവരായിരിക്കും. അവരുടെ മുമ്പിൽ ഒരു തടസ്സവും അവരുടെ പിന്നിൽ ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു, അതിനാൽ അവർക്ക് കാണാൻ കഴിയുന്നതല്ല. നീ അവർക്ക് താക്കീത് നൽകിയോ അതല്ല താക്കീത് നൽകിയില്ലേ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. അവർ വിശ്വസിക്കുകയില്ല. ബോധനം പിൻപറ്റുകയും അദൃശ്യാവസ്ഥയെ പരമകാരുണികനും ഭയപ്പെടുകയും ചെയ്തവന് മാത്രമേ നിന്റെ താക്കീത് ഫലപ്പെടുകയുള്ളൂ. ആകയാൽ പാപമോചനത്തെയും ഉദാരമായ പ്രതിഫലത്തെയും പറ്റി അവന് സന്തോഷ വാർത്ത അറിയിക്കുക. തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവർ ചെയ്തു വച്ചതും അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും നാം എഴുതി വെക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമായ രേഖയിൽ നാം നിജപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരു രാജ്യക്കാരെ ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദേവദൂതന്മാർ അവിടെ ചെന്ന സന്ദർഭം. അവരിലേക്ക് രണ്ടുപേരെ നാം ദൂതന്മാരായി അയച്ചപ്പോൾ അവരെ അവർ നിഷേധിച്ചു തള്ളിയപ്പോൾ ഒരു മൂന്നാമനെ കൊണ്ട് നാം അവർക്ക് പിൻബലം നൽകി. എന്നിട്ട് അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു. അവർ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാകുന്നു. പരമകാരുണികൻ യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ കളവ് പറയുക തന്നെയാണ്. അവർ ദൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവർ തന്നെയാണെന്ന്. വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല. അവർ ജനങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഒരു ദുശകുനമായി കരുതുന്നു. നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. ഞങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും. അവർ ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെയുള്ളത് തന്നെയാകുന്നു. നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ ഇതാണോ നിങ്ങളുടെ നിലപാട്? എന്നാൽ നിങ്ങൾ ഒരു അതിരു കവിഞ്ഞ ജനത തന്നെയാകുന്നു. പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ആ ദൂതന്മാരെ പിന്തുടരുവിൻ. നിങ്ങളോട് യാതൊരു പ്രതിഫലം ചോദിക്കാത്തവനും സന്മാർഗം പ്രാപിച്ചവനുമായിട്ടുള്ളവരെ നിങ്ങൾ പിന്തുടരുക. ഏതൊരുവൻ തന്നെ എന്നെ സൃഷ്ടിച്ചു, ഏതൊരുവന്റെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നുവോ അവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്താണ് ന്യായം? അവന് പുറമെ വല്ല ദൈവങ്ങളെയും ഞാൻ സ്വീകരിക്കുകയോ? പരമകാരുണികൻ എനിക്ക് വല്ല ദോഷം വരുത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ ശുപാർശ എനിക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ വ്യക്തമായ ദുർമാർഗത്തിലായിരിക്കും. തീർച്ചയായും ഞാൻ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുക. സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ രക്ഷിതാവ് എനിക്ക് പുറത്തു തരികയും ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തതിനെ പറ്റി. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ നേരെ ആകാശത്ത് നിന്ന് സൈനിക സംഘത്തെ ഒന്നും നാം ഇറക്കിയിട്ടില്ല. നാം അവരെ ഇറക്കാറുമുണ്ടായിരുന്നില്ല. അത് ഒരൊറ്റ ഘോരശബ്ദം മാത്രമാകുന്നു. അപ്പോഴേക്കും അവരതാ കെട്ടടങ്ങിക്കഴിഞ്ഞു. ആ ദാസന്മാരുടെ കാര്യം എത്ര പരിതാപകരം. ഏതൊരു ദൂതൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല. അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു. അവരാരും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് അവർ കണ്ടില്ലേ? തീർച്ചയായും അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു. അവർക്കൊരു ദൃഷ്ടാന്തമുണ്ട്. നിർജീവമായ ഭൂമി, അതിൽ നാം ജീവൻ നൽകുകയും അതിൽ നിന്ന് നാം ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അതിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. ഈന്തപ്പനകളുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ അതിൽ നാം ഉണ്ടാക്കുകയും അതിൽ നാം ഉറവകൾ ഒഴുക്കുകയും ചെയ്തു. അതിന്റെ ഫലത്തിൽ നിന്നും അവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർ ഭക്ഷിക്കുവാൻ വേണ്ടി എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ? ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിലും അവരുടെ സ്വന്തം വർഗ്ഗങ്ങളിലും അവർക്കറിയാത്ത വസ്തുക്കളിലും പെട്ട എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവൻ എത്ര പരിശുദ്ധൻ. രാത്രിയും പകല് അവർക്കൊരു ദൃഷ്ടാന്തമത്രേ. അതിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുന്നു, അപ്പോൾ അവരതാ ഇരുട്ടിൽ അകപ്പെടുന്നു. സൂര്യൻ അതിന് സ്ഥിരമായുള്ള സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്. ചന്ദ്രനെ നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ അത് പഴയ ഈന്തപ്പന കുലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നു. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനാവുകയില്ല. രാവ് പകലിനെ മറികടക്കുന്നതുമല്ല. ഓരോന്നും ഓരോ നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നിനും ഓരോ ഭ്രമണപഥം ഉണ്ടെന്നുള്ളത് ഇന്ന് ആധുനിക ശാസ്ത്രലോകം പറയുന്നു. പക്ഷെ ഇത് പറയുന്നത് എന്നാണ്? 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ജനങ്ങൾക്ക് ഇത് അറിയാത്തൊരു കാലഘട്ടത്തിലാണ് ഇത് പറഞ്ഞത്. ആ സമയത്ത് അവർക്കത് അത്ഭുതമായിരിക്കും. അവർക്ക് അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ലേ? അതുപോലെ തന്നെ ഖുർആനിലെ ഓരോ ആയത്തുകളും പല ആയത്തുകളും നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇനി വരും തലമുറകൾക്ക് അത് കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതെന്തായിരിക്കും? അതൊരു ജീവിതത്തിൽ അവർ കാണുന്ന നോർമലായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമായിരിക്കും. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത, ഇപ്പം 7 ആകാശങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്കിന്ന് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും കഴിയുന്നില്ല, നമുക്ക് അറിയൂല. പക്ഷെ വരും തലമുറകൾ ചിലപ്പോൾ അതിനൊക്കെ കണ്ടെത്താനും ഒക്കെ മതി. ആ സമയത്ത് അവർക്ക് അതൊരു നോർമൽ പ്രതിഭാസമായിട്ട് തോന്നാം.
അള്ളാഹു ആലം. അവരുടെ സന്തതികളെ ഭാരം നിറച്ച കപ്പലുകളിൽ നാം കയറ്റിക്കൊണ്ടുപോയതും അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. അതുപോലെ അവർക്ക് വാഹനമായി ഉപയോഗിക്കാവുന്ന മറ്റു വസ്തുക്കളും അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. നാം ഉദ്ദേശിക്കുന്ന പക്ഷം നാം അവരെ മുക്കിക്കളയുന്നതാണ്. അപ്പോൾ അവർക്കൊരു സഹായം ഉണ്ടായിരിക്കുന്നതല്ല, അവർ അവർ രക്ഷിക്കപ്പെടുന്നതുമല്ല. നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം ഒരു നിശ്ചിത കാലം വരെയുള്ള സുഖാനുഭവം ആയിക്കൊണ്ട് നാം അവർക്ക് നൽകുന്നതല്ലാതെ. നിങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്നത് നിങ്ങളുടെ പിന്നിൽ കഴിഞ്ഞതുമായ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരത് അവഗണിക്കുന്നു. അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അവർക്ക് വന്നെത്തിയാലും അവർ അതിൽ തിരിഞ്ഞു കളയാതിരിക്കുകയില്ല. നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുമെന്ന് അവരോട് പറയപ്പെട്ടാൽ വിശ്വാസികളോട് പറയും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ ഭക്ഷണം നൽകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുകയും നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു. മറ്റൊരാൾക്ക് ദാനം ചെയ്യാന്, ധർമ്മം ചെയ്യാന് അവൻക്ക് നല്ല കൈയുണ്ടല്ലോ, നല്ല ആരോഗ്യം ഉണ്ടല്ലോ, അവൻക്കണ്ട് ജോലി ചെയ്താൽ പോരെ എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്കിടയ്ക്ക് ഇടയിൽ ഉണ്ടാവും അവരൊക്കെ. ഓക്കെ, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കയ്യും കാലൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അതിനുള്ള വിവേചിച്ചറിയാനുള്ള ബുദ്ധിയും കഴിവും അതുപോലെ തന്നെ ആ സാഹചര്യങ്ങളും നൽകിയത് കൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അനുകൂലമായി നിന്നത് കൊണ്ടായിരിക്കും നമ്മളൊക്കെ ജീവിതമാർഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്തതൊക്കെ. പക്ഷെ അവർക്ക് അതിനുള്ള സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയില്ല എന്നുള്ളതാണ്. എന്ന് കരുതി അവരെ നാവ് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അവരെ ഉപദ്രവിക്കുന്നവരെ സൂക്ഷിക്കുക. അള്ളാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണ്. അവരുടെ പ്രയാസത്തെടുത്ത് നമുക്ക് ഇട്ട് തരാനും ഒരു പ്രയാസമില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ അത് കണ്ടുമുട്ടാനും നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നാക്കും പ്രവൃത്തിയൊക്കെ നമ്മൾ നല്ല സൂക്ഷ്മത കാണിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയ പ്രയാസത്തിൽ നിന്ന് അവരെ അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും സദഖ ചെയ്യട്ടെ ഞാൻ എന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതൊക്കെ. അവരെ വിവേചിച്ചറിയാനും അവരുടെ നന്മ തിന്മകൾ നമ്മൾ പറഞ്ഞു പോകും നടക്കാനും ഒന്നും നമ്മൾ ആളുകളല്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ ഏർപ്പെടുന്നതാണ്. നമുക്ക് നൽകിയ സദക്ക അല്ലെങ്കിൽ സക്കാത്തിന്റെ പൈസ നമുക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല വാക്കുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ അവരെ കീറി മുറിച്ച് അവരതിന് അർഹതപ്പെട്ടവരാണോ, അവന് ചോദിച്ചു എന്നതുകൊണ്ട് മാത്രം അവനക്ക് കൊടുക്കാൻ പറ്റില്ല, അവന് അത് അർഹതപ്പെട്ടതാണെന്ന് അന്വേഷിച്ചറിയട്ടെ, അതിന് വേണ്ടിയിട്ട് പിന്നാലെ അടക്കട്ടെ. ഒരാളുടെ പ്രയാസത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ തിന്മയെ നമ്മള് ചിക്കിച്ചകയാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ വഴിയിലൂടെ കൊണ്ടുപോകും എന്നാണ്. നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ വഴിയിലൂടെ കൊണ്ടുപോയി നമ്മളെയും ആളുകളുടെ മുമ്പിലിട്ടിട്ട് അപമാനിക്കും എന്നുള്ളതാണ്. ഒരാളുടെയും തിന്മകളിലേക്കും ഒരാളുടെ പ്രയാസത്തിലും ഒക്കെ പോയിട്ട് അത് ചിക്കിച്ചികയാനും അതിന്റെ നാരും തണ്ടൊക്കെ വേറെടുത്തി അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനൊന്നും നമ്മൾ പോണ്ട. അവര് നമ്മളോട് ചോദിച്ചാല് അവരതിന് ആവശ്യക്കാരനാണെന്ന് എന്തുകൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത്. അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല വാക്കുകൊണ്ട് അവരെ പറഞ്ഞേക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് അവരെ പറഞ്ഞേക്കുക. അല്ലാതെ അവരെ അപമാനിക്കുകയും ഗ്രൂപ്പുകളിലും ആൾക്കൂട്ടത്തിലും കുടുംബങ്ങളിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരാവശ്യമില്ലാത്ത സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിലൂടെ ഒന്നും പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഹൈറായിട്ടുള്ളത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അതൊക്കെ അനാവശ്യങ്ങളാണ്. ഓക്കെ, അവർ ചോദിക്കുന്നത്, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ വാഗ്ദത്തം എപ്പോഴാണ് പുലരുക? ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. അവർ അന്യോന്യം തർക്കിച്ചു കൊണ്ടിരിക്കാതെ അവരെ പിടികൂടും. അപ്പോൾ യാതൊരു വസിയത്തും നൽകാൻ അവർക്ക് സാധിക്കുകയില്ല, അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങാനും ആവുകയില്ല. കാഹളത്തിൽ ഊതപ്പെടും, അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിങ്കിലേക്ക് കുതിച്ചു ചെല്ലും. അവർ പറയും, നമ്മുടെ നാശമേ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചത് ആരാണ്? ഇത് പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ, ദൈവദൂതന്മാർ സത്യം തന്നെയാണ് പറഞ്ഞത്. അത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും, അപ്പോഴത് അവർ ഒന്നടങ്കം നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നു. അന്നേ ദിവസം യാതൊരാളോടും ഒരു അനീതിയും ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ അല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല. തീർച്ചയായും സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയിലായിക്കൊണ്ട് സുഖാനുഭവങ്ങളിലായിരിക്കും. അവരും അവരുടെ ഇണകളും തണലുകളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അവർക്ക് അവിടെ പഴവർഗ്ഗങ്ങളുണ്ട്, അവർക്ക് തങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ട്. സമാധാനം, അതായിരിക്കും കരുണാനിധിയെ അള്ളാഹുവിൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം. സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം. ഈ ഒരു ആയത്ത് ഒരിക്കൽ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ നമ്മള് ഒരു ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തഫ്സീർ ക്ലാസ്സിൽ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ
പെട്ടെന്ന് അറിയാതെ മൊബൈല് ഓണായി. എങ്ങനെയോ കൈ തട്ടിയിട്ട് ഓണായപ്പം ഈ ആയത്താണ് അതിന്റെ കൂടെ പെട്ടെന്ന് പാരായണം ചെയ്യപ്പെട്ടത്. ഒരു പിന്നെ സ്വർഗത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു പെട്ടെന്ന് അത് കണ്ട് ഓണാകുകയും ഈ ആയത്ത് അതില് ഓണാകുകയും ചെയ്തു. കാര്യന്റെ ഈ ആയത്ത് ഓണാകുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അത് ഒരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അന്ന് തോന്നിയിരുന്നു. സുബ്ഹാനല്ലാഹ്, അത് സ്വർഗം എന്ന് പറയുന്നത് അത് സത്യമാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അള്ളാഹുവിന്റെ ആ ഒരു സമാധാനം, എന്റെ അടിമകളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളുക എന്ന് പറയുന്ന ആ ഒരു സമയം സംഭവിക്കും എന്നുള്ളത് പറയുന്ന സമയത്തായിരുന്നു ഇത് ഓണായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അത്ഭുതം ഇന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. കുറ്റവാളികളെ നിങ്ങൾ വേറിട്ട് നിൽക്കുകയെന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കപ്പെടും. ആദം സന്തതികളെ, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിട്ടില്ലേ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ, ഇതാണ് നേരായ മാർഗം എന്ന്. തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനേകം സംഘങ്ങളെ അവൻ പിശാച് പിഴപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായില്ലേ? ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന നരകം, നിങ്ങൾ അവിശ്വസിച്ചതിന്റെ ഫലമായി അതിൽ കടന്നെരിഞ്ഞുകൊള്ളുക. അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുകയും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതും അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നതുമാണ്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു. എന്നിട്ടും പാതയിലൂടെ മുന്നോട്ട് നീങ്ങാൻ അവർ ശ്രമിച്ചേനെ. എന്നാൽ അവർക്ക് എങ്ങനെ കാണാൻ കഴിയും? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ നൽകുന്നിടത്ത് വെച്ച് തന്നെ അവർക്ക് നാം രൂപഭേദം വരുത്തുമായിരുന്നു. അപ്പോൾ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല, അവർക്ക് തിരിച്ചു പോകാനുമാവില്ല. വലിയവനും നാം ദീർഘായുസ് നൽകുന്നുവെങ്കിൽ അവന്റെ പ്രകൃതിയെ നാം തല തിരിച്ചു കൊണ്ടുവരുന്നു എന്നിരിക്കെ അവർ ചിന്തിക്കുന്നില്ലേ? നമുക്ക് ആയുസ് കൂടി 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 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു മടങ്ങും. അപ്പം ചിലവർ പറയും അതിന് അൽഷിമേഴ്സ് എന്ന് പറയും, ചിലവർ പറയും ചന്നി എന്ന് പറയും, പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കും. പക്ഷെ എന്താണ് സംഭവിച്ചത്? ആ ഒരു സമയം കഴിഞ്ഞു. നമ്മുടെ ദുനിയാവിലെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് മടക്കും. ആയുസ് ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് ഉപകാരമില്ലാത്ത ആയുസ്സായിട്ട് പിന്നീട് അത് തിരിച്ച് ഒരു കുഞ്ഞിന്റെ രീതിയിലേക്ക് നമ്മൾ മടക്കപ്പെടും. പിന്നീട് ചിലപ്പോൾ ചിലവർ നമസ്കരിക്കും, ചിലവർ നമസ്കരിക്കൂല. നമസ്കരിക്കുന്നതിനെ വീണ്ടും വീണ്ടും തിരിച്ചു മറിച്ച് നിസ്കരിക്കും. 2 റക്അത്ത് നിസ്കരിക്കേണ്ട 10 റക്അത്ത് നിസ്കരിക്കും, നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ ആയുസ് ദീർഘായുസ് കിട്ടി, പക്ഷെ നമുക്ക് അത് എന്തായില്ല, നമുക്കത് ദുനിയാവില് അമല് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാവൂല ചിലപ്പോൾ തരിക. ചിലപ്പോൾ അത് എന്തായിരിക്കും, നമുക്ക് പ്രയാസത്തിന് മുകളിൽ പ്രയാസമായിരിക്കും, ചുറ്റുള്ളവർക്കും അത് പ്രയാസമായിരിക്കും എപ്പോഴും. അതുകൊണ്ട് തന്നെ ആയുസ് ഉള്ളിടത്തോളം കാലം അതിലുള്ള ആരോഗ്യം കൂടി കിട്ടണം. ആരോഗ്യം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ആയുസ്സും കിട്ടണം. രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ നമുക്കത് ഉപകാരപ്പെടുന്ന അമലായിട്ട് മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നിരിക്കെ അവർ ചിന്തിക്കുന്നില്ലേ? അദ്ദേഹത്തിന് നബിക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് അനുയോജ്യമാവുകയുമില്ല. ഇതൊരു ഉത്ബോധനവും കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുർആനും മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഖുർആന് ഒരു കവിതയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നീട്ടിപ്പരത്തി അതിനെ പിന്നെ ഭംഗി കൂട്ടി അതിനെ ഭയങ്കരമായിട്ട് രീതിയും ഈണവും കൊടുത്തൊക്കെ ചില ആളുകൾ പാരായണം ചെയ്യുന്നത് കാണാം. അതിന്റെ ആവശ്യമില്ല. ഇത് ഒരു കവിതയോ ഒരു പാട്ടോ ഒരു സോങ്ങൊന്നും അല്ല. ഖുർആൻ എന്ന് പറയുന്നത് നമുക്ക് അറിവ് നേടാനുള്ള, അമല് ചെയ്യാനുള്ള ഒരു ഒരു മാർഗമാണ്. അല്ലാതെ മറ്റുള്ളവർക്ക് പിന്നെ ഞാൻ നല്ലൊരു പാട്ടുകാരിയാണ്, അല്ലെങ്കിൽ ഞാനൊരു നന്നായിട്ട് ഖിറാത്ത് ചെയ്യുന്ന ആളാണെന്ന് കാണിക്കാനുള്ള ഒരു പിന്നെ ഉപകരണമൊന്നുമല്ല ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെ പലരും ചെയ്യുന്നത് കാണാം. അതിലൊന്നും ഹൈറില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും എന്താണ്, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹൃദയത്തിന് ഒരു തൃപ്തി വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള തൃപ്തിയിലായിരിക്കണം നമ്മൾ ഓതുന്നത്. അതാണ് ആ പാരായണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഖുർആന് ഓതുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അമൽ. അതാണ് നമ്മുടെ മനസ്സിന് എന്താവും, നമ്മുടെ മനസ്സ് സലീമാവണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എന്താവണം, തഖ്വയില് കൂടണം. നമുക്ക് ആ ഖുർആൻ പാരായണം കൂടും തോറും നമുക്ക് കണ്ണുനീര് വരണം. നമുക്ക് അതില് ഒരു പിന്നെ മനസ്സിനെ പിടിച്ചുലക്കണം. നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ടുന്ന ഇസ്സത്ത് ഉണ്ട്, ആ ഇസ്സത്ത് കൂടണം. ഇതൊക്കെ വരുമ്പോൾ മാത്രമേ ഖുർആൻ പാരായണം ശരിക്കും എന്താവുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ അമലായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും എന്താണ്, അതിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനെ മുടി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് അതിനെങ്ങനെ കീറി മുറിച്ച് അതിനെ പിന്നെ പാരായണം ശരിയാക്കുന്ന ആളുകൾ ഉണ്ടാവും. പാരായണം ശരിയാക്കൽ മാത്രമല്ല ഖുർആൻ എന്ന് പറയുന്നത്, അത് അമലെടുക്കാനുള്ള ഒരു
പിന്നെ ഒരു അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അമല് നമ്മൾ എടുത്തോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഖുർആൻ പാരായണത്തിലെ അതിന്റെ പാരായണ ശൈലി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലല്ല ഹൈർ. അതിൽ നിന്ന് ഖുർആൻ പാരായണം നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ് അതിന്റെ അർത്ഥം പഠിക്കുക എന്നുള്ള, അതിന്റെ അടുത്ത എന്താണ് അത് ഹിഫ്ലാക്കുക എന്നുള്ള, അതിന്റെ അടുത്ത എന്താണ് അതിൽ നിന്ന് അമല് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അതിനെ ഉയർത്തി 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 കൊണ്ടുവരണം. അല്ലാതെ ഒന്നിൽ തന്നെ നിന്നിട്ട് അത് മാത്രമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനേക്കാളും ഹൈർ അതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ഒരു കവിതയൊന്നും അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് ഉത്ബോധനവും കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുർആനും മാത്രമാകുന്നു. ജീവനുള്ളവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി അത്ര ഇത്. സത്യനിഷേധികളുടെ കാര്യത്തിൽ ശിക്ഷയുടെ വചനം സത്യമായി പുലരുവാൻ വേണ്ടിയും നമ്മുടെ കാലുകൾ നിർമ്മിച്ചതിൽപ്പെട്ട നമ്മുടെ കൈകൾ നിർമ്മിച്ച അസ്താഫുള്ള നമ്മുടെ കൈകൾ നിർമ്മിച്ചതിൽപ്പെട്ട കാലുകളെ അവർക്ക് വേണ്ടിയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അവർ കണ്ടില്ലേ? അങ്ങനെ അവർ അവയെ ഉടമസ്ഥരാക്കിയിരിക്കുന്നു. അവയെ അവർക്ക് വേണ്ടി നാം കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അവയിൽ നിന്നാകുന്നവർക്കുള്ള വാഹനം, അവയിൽ നിന്ന് അവർ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവർക്ക് അവയിൽ പല പ്രയോജനങ്ങളുമുണ്ട്, പുറമെ പാനീയങ്ങളും. എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ല അല്ലെ? മൃഗങ്ങളിൽ നിന്ന് നമുക്ക് പാനീയം ഉണ്ട് അല്ലെ? അതിന്റെ ഒരു ഭാഗത്ത് കൂടി, വയറിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പാലെന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നു, വെളുത്ത വെള്ളം വരുന്നു. അതിന്റെ മറ്റേ ഭാഗം എന്താണ്? അതിന് മാംസമാണ്, നമുക്ക് മാംസം ഉപയോഗിക്കാൻ പറ്റുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു മൃഗത്തിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം തരത്തിൽ നമുക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തങ്ങൾക്ക് സഹായം ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിന് പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. അവരെ സഹായിക്കാൻ അവർക്ക് ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല. അവർക്ക് ദൈവങ്ങൾക്ക് വേണ്ടി സജ്ജരാക്കപ്പെട്ട പട്ടാളമാകുന്നു. അതിനാൽ അവരുടെ വാക്ക് നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നാം അറിയുന്നു. മനുഷ്യൻ കണ്ടില്ലേ, അവനെ നാം ഒരു ബീജഗണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് അവനത് ഒരു പ്രത്യക്ഷമായ എതിർപ്പുകാരനായിരിക്കുന്നു. അവൻ നമുക്ക് ഒരു ഉപമ എടുത്തു കാണിക്കുകയും ചെയ്തിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ചത് അവൻ മറന്നു കളയുകയും ചെയ്തു. അവൻ പറഞ്ഞു, എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കുക, ആരാണ് അവയ്ക്ക് ജീവൻ നൽകുന്നത്? പറയുക, ആദ്യ തവണ അവയെ ഉണ്ടാക്കിയവനാരോ അവൻ തന്നെയാണ് അവയ്ക്ക് ജീവൻ നൽകുന്നത്. അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെ പറ്റിയും അറിവുള്ളവനത്രേ. പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവനത്രേ അവൻ. അങ്ങനെ നിങ്ങൾ അത് അതിൽ നിന്ന് കത്തിച്ചെടുക്കുന്നു. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനല്ലേ? അതെ, അവനത്രേ സർവജ്ഞനും സർവവും സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനും. താൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമാകുന്നു അവന്റെ കാര്യം. അപ്പോഴതാ അതുണ്ടാകുന്നു. മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ നിങ്ങൾ മടക്കപ്പെടുന്നത്, ആരുടെ അടുത്തേക്കാണോ, അവൻ എത്ര പരിശുദ്ധൻ. ഇതുകൊണ്ടാണ് ഈ ഒരു ആയത്തിന്റെ ലാസ്റ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉണ്ടാകും എന്ന് കൽപ്പിച്ചാല് അത് ഉണ്ടാകുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ചില ഉലമാക്കള് പിന്നെ സൂറത്ത് യാസീന് വെച്ചിട്ട് ദുആ ചെയ്താല് ഉത്തരം കിട്ടും എന്നൊക്കെ പറയുന്നതൊക്കെ. അള്ളാഹു ആലം, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവന്. അപ്പം മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ നിങ്ങൾ മടക്കപ്പെടുന്നത്, ആരുടെ അടുത്തേക്കാണോ, അവനത്രേ പരിശുദ്ധൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് യാസീന് അവസാനിപ്പിച്ചിരിക്കുന്നതൊക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് അമല് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. യാ ഗനിയല്ലാഹ് ഗനിനി ബിഫദ്ലിക മിൻ സിവാക റബ്ബി അൻസിൽ മുൻസിലും മുബാറകൻ ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫിനി വർസിഖ്നി വഅദ്നി വഅഫിനി. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക ജന്നാത്തുൽ ഫിർദൗസിൽ അലാ. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക ജന്നാത്തുൽ ഫിർദൗസിൽ അലാ. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക ജന്നാത്തുൽ ഫിർദൗസിൽ അലാ. ربي إني لما أنزلت إلي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. الله يا رحمن الرحيمين. الله يا ذا الجلال الإكرام. الله അഹദും സമദുമായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായി പൂർത്തിയാക്കി തരും. ഈ മജ്ലിസിന് അല്ലാഹുവേ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഈ മജ്ലിസിനെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു, അല്ലാഹുവേ, ഉത്തമമായ വിജ്ഞാനം
വിജ്ഞാനം അള്ളാഹുവെ അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുവെ നിന്റെ തൃപ്തിപ്പെട്ട നിന്റെ ഉത്തമരുടെ അടിമകളാകാനുള്ള അള്ളാഹുവെ ഞങ്ങളുടെ ആഗ്രഹം അള്ളാഹുവെ നീ പൂർത്തീകരിച്ച് തരണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹുവെ മജ്‌ലിസിനെ മുൻനിർത്തി അള്ളാഹു നിന്നോട് ചോദിക്കുന്നു, പരിപൂർണമായി നീ പൂർത്തിയാക്കി തരണമേ. യാ റഹ്മാൻ അള്ളാഹു ഈ റമളാൻ മാസത്തിൽ അള്ളാഹു വിജയം വരിച്ച നിന്റെ ഉത്തമരുടെ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഈ റമളാൻ മാസത്തിൽ അള്ളാഹുവെ ലൈലത്തുൽ ഖദറിന്റെ രാവ് ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരെയും അള്ളാഹുവെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ അതിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മാൻ അള്ളാഹുവെ ആ രാവിലെ ഞങ്ങൾക്ക് പൂർണ്ണമായി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അത് നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അള്ളാഹുവെ യാദൽ ജലാൽ ഇക്രാമായ അള്ളാഹു ഞങ്ങളുടെ എല്ലാ ജീവിത മാർഗങ്ങളും നീ ഞങ്ങൾക്ക് തുറന്നു തരികയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ നീ തടഞ്ഞു വെച്ചാൽ അള്ളാഹു ആരാണ് ഞങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിയുക? അള്ളാഹുവെ നീ തടഞ്ഞു വെച്ചാൽ ആരാണ് ഞങ്ങൾക്ക് വെള്ളം നൽകാൻ കഴിവുള്ളവൻ? അള്ളാഹുവെ നീ അല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളവൻ? അള്ളാഹുവെ നീ നൽകി അനുഗ്രഹിക്കണമേ. നിന്നോട് അല്ലാതെ ഞങ്ങൾ ചോദിക്കുന്നില്ല, നിനക്കല്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. അള്ളാഹുവെ ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കുകയും നീ തൃപ്തിപ്പെട്ട നിന്റെ ഉത്തമരുടെ അടിമകളാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹു ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരെയും അള്ളാഹുവെ നിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹു നാളെ പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗ്ഗപ്രവേശനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു നിന്റെ ഭവനങ്ങളിൽ അള്ളാഹുവെ കൂടുതൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഇനിയും ഏറ്റിത്തരയണമേ. യാ റഹ്മാൻ അള്ളാഹുവെ أعوذ بالله من الشيطان الرجيم. റഹ്മാൻ അള്ളാഹുവെ അതിൽ ജലാൽ ക്രാമ അള്ളാഹു ഞങ്ങളെ ഇണകളിൽ അള്ളാഹു സ്നേഹവും അള്ളാഹു മവദ്ദത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാൻ അള്ളാഹു ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു മാപ്പ് കൊടുക്കുകയും അള്ളാഹു ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹു റഹ്മാൻ അള്ളാഹുവെ നിന്നോട് പ്രയാസങ്ങൾ പറഞ്ഞവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണമേ. ഈ മജ്‌ലിസിൽ അള്ളാഹുവെ സഹോദരങ്ങളെ സഹോദരന്മാർ അള്ളാഹുവെ നീ ഒരുമിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുകയും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിലെ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരണമേ. ഞങ്ങളുടെ ജീവിതമാർഗങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ജോലിയിൽ അള്ളാഹു ഞങ്ങളുടെ കച്ചവടങ്ങളിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ മുന്നിലില്ലാതെ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടാത്ത വിധം അള്ളാഹുവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു നീ പൂർത്തീകരിച്ച് തരണമേ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു നീ പൂർത്തീകരിച്ച് തരണമേ. അത് വരും തലമുറകൾക്ക് വേണ്ടി അള്ളാഹുവെ ഏറ്റവും അനുഗ്രഹീതമായ അമലായി അള്ളാഹു ഞങ്ങളിൽ നിന്ന് അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യണമേ. ആമീൻ يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد. الحمد لله رب العالمين.